അപ്പോ നാലാമത്തെ പാഠത്തിന്റെ പേര് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു സാധ്യത ഉണ്ട് അല്ലെ? നമ്മൾ പരീക്ഷ എഴുതാൻ പോലെ ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് അല്ലേ? ഇനി നമ്മൾ ചെറുപ്പം തൊട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടോ ഇല്ല എനിക്കറിയില്ല, പണ്ട് ഈ ആകാശവാണിയുടെ മറ്റേ റേഡിയോയിലൊക്കെ പറയുന്ന ഒരു സാധ്യതയായിരുന്നു, മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ? അപ്പൊ നമുക്ക് പറയാലോ, ഒന്നെങ്കിൽ പെയ്യും അല്ലെങ്കിൽ പെയ്യില്ല അല്ലേ? അതല്ലേ ഇപ്പൊ സംഭവിക്കുള്ളൂ. അതിപ്പോ അവര് ഇത്ര വലിയ കാര്യം ആകാശവാണി കോഴിക്കോടെ കാലാവസ്ഥാ പ്രവചനം എന്നൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം ഒന്നെങ്കിൽ പെയ്യും അല്ലെങ്കിൽ പെയ്യില്ല, അതല്ലേ ഇപ്പൊ സംഭവിക്കൂ അല്ലെ? അപ്പൊ അങ്ങനെ കുറെ സാധ്യതകൾ, എല്ലാവരും ഓരോ സാധ്യതകളുണ്ട് അല്ലെ? ആ സാധ്യതയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്കലി കണക്കുപരമായിട്ട് അതെങ്ങനെയാണ് സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. ബേസിക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തുടങ്ങാം. ബേസിക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, മീൻസ് സ്ക്രീൻ കാണിക്കുന്നില്ല, ശ്രദ്ധിച്ചാൽ മതി, ഈസിയാണ്. ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ആ ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 4 വൈറ്റ് ബോൾസ് ഉണ്ട്. എന്നിട്ടോ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കണ്ണടച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നെടുക്കണം. എന്നിട്ട് നിങ്ങൾ പറയണത് ഏതാ കളറിലെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാണ് ഇത് വെള്ളയാവും, അല്ലെങ്കിൽ വേറൊരാൾ പറയാണ് ഇത് കറുപ്പാവും അല്ലെ? എന്ത് വേണേ പറയാലോ, വെള്ള അല്ലെങ്കിൽ കറുപ്പ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ, നമുക്ക് പറയാലോ അല്ലെ? അപ്പോ വെള്ള അല്ലെങ്കിൽ കറുപ്പേ ആവുള്ളൂ, സംഭവം ഒക്കെ ശരിയാണ്, ക്ലിയർ ആണ്, അതിലേക്കും സംശയമൊന്നുമില്ല. പക്ഷേ അതിൽ ഏതിനാ കൂടുതൽ സാധ്യത? ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, എന്താ? കറുപ്പ് കിട്ടാനുള്ള സാധ്യത. ചാൻസ് എന്നുള്ളതിന് ഇംഗ്ലീഷില് ക്വസ്റ്റ്യൻസിലൊക്കെ പാർട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രോബബിലിറ്റി ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക്, ഞാൻ ചുരുക്കി എഴുതാണ്, ഓഫ് ബ്ലാക്ക് അല്ലെ? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ എഴുതുന്ന പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ, ഭിന്നസംഖ്യാ രൂപത്തിലായിരിക്കും. എപ്പോഴും എന്തായിരിക്കും? ഒരു ഭിന്നസംഖ്യാ രൂപത്തിൽ ആയിരിക്കണം, അങ്ങനെ ആവാവൂ. ഓക്കെ ആണോ? അപ്പോൾ ഭിന്നസംഖ്യാ രൂപത്തിലാണ്, അത് ക്ലിയർ ആണല്ലോ. ഇനി ആ ഭിന്നസംഖ്യാ രൂപത്തിൽ എന്തൊക്കെ എഴുതണ്ടേ? മുകളിലും താഴെ എന്തെങ്കിലും എഴുതണ്ടേ? അപ്പോ അത് എഴുതാൻ വേണ്ടി അവിടെ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ ഇവിടെ എത്ര ഉണ്ട്? 6 + 4 എത്ര ഉണ്ട്? 10. ആകെ ഇവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട് അല്ലെ? 10 ബോളുകൾ ഉണ്ട് അല്ലെ? നമ്മൾ ഏത് ചോദ്യം വന്നാലും, നിങ്ങൾ ഉറപ്പിച്ച് ഈ പാഠത്തിന് ഏത് ചോദ്യം വന്നാലും നമ്മുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ താഴത്തെ എഴുതുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അത് ഉറപ്പായിട്ടും ടോട്ടൽ ആയിരിക്കും. എന്നിട്ട് മുകളിൽ എന്തായതുണ്ട്? മുകളിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് എഴുതുക. നമുക്ക് ഇവിടെ വേണ്ടത് ബ്ലാക്ക് അല്ലേ, കറുപ്പല്ലേ? ഇവിടുത്തെ കറുപ്പിന്റെ എണ്ണം എത്ര? 6. അത് എഴുതിച്ചാൽ ഇത്ര മതി, നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ചോദ്യം എന്താണ്? കറുപ്പ് കിട്ടാനുള്ള സാധ്യത എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എന്നാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വൈറ്റിന്റെ ഒന്ന് പറഞ്ഞേ, വൈറ്റ് സാധ്യത, വെള്ള കിട്ടാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ് പരടുന്നു. താഴത്ത് എപ്പോഴും എഴുതേണ്ടത്, ഉറപ്പിച്ച താഴത്ത് എപ്പോഴും എഴുതേണ്ടതാണ് ടോട്ടൽ എഴുതി. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? വെള്ളയല്ലേ, വൈറ്റ് അല്ലേ? വൈറ്റ് ഇവിടെ എത്തുന്നുണ്ട് 4. ഇത്രയേ ഉള്ളൂ. ഈസി പരിപാടി അല്ലേ? ആണല്ലോ, ഇത്രയേ പരിപാടിയുള്ളൂ, സിമ്പിളാണ്. ഇനി ഇതിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇതാണ് വലുത് അല്ലെ? ഏത് കിട്ടാനാണ് കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കറുപ്പ് കിട്ടാനാണ് കൂടുതൽ സാധ്യത. കാരണം രണ്ടിന്റെയും താഴ്ഭാഗം ഒരുപോലെയാണ് അല്ലെ? രണ്ടിന്റെയും താഴ്ഭാഗം ഒരുപോലെയാണെങ്കിൽ പിന്നെ ഈസിയാ, മുകളിൽ ഏതാ വലിയ നമ്പർ നോക്കിയാൽ മതി, അതായിരിക്കും കൂടുതൽ സാധ്യത ഉണ്ട്. ഇനി രണ്ടിന്റെയും താഴ്ഭാഗം ഒരുപോലെ അല്ല, ഇനിയിപ്പോ സപ്പോസ് ഏതെങ്കിലും ചോദ്യത്തിൽ ഇവിടെ 15 അല്ലെങ്കിൽ ഇവിടെ 8 ആയിക്കോട്ടെ എന്ന് വെച്ചോ, ഒരു ഉദാഹരണം. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക എവിടെയെങ്കിലും കിട്ടുന്നത്. അപ്പൊ ഏതിനാ കൂടുതൽ സാധ്യത എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, എങ്ങനത്തെ സാഹചര്യം? താഴ്ഭാഗം ഒരുപോലെ അല്ലാത്ത സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ ഇത് ഹരിച്ചു നോക്കുക. 6 ഹരിക്കണം 10ഉം 4 ഹരിക്കണം 8ഉം ചെയ്യുക. അപ്പൊ നമുക്ക് ദശാംശ സംഖ്യയുടെ രൂപത്തിൽ, ഡെസിമൽ ഫോമിൽ ഒരു ഉത്തരം കിട്ടും. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഏതിനാണ് കൂടുതൽ സാധ്യത എന്ന്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇതിന്റെ ബേസ്. ഇത് വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 75 2-3 ചോദ്യങ്ങൾ, പേജ് നമ്പർ 72 2-3 ചോദ്യങ്ങൾ
നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇതിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പെയേഴ്സ്. ഇതിന്റെ ഇടയിൽ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഉണ്ട്, ഏത് ജാമിതീയ സാധ്യത ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇതിന്റെ ഇടയിൽ അടുത്തതാണ് പെയേഴ്സ്, അല്ലെ? എന്താണ്? ജോഡികൾ. പെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചോദ്യം ഇതാ സ്ക്രീനിൽ കാണാം, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പേജ് നമ്പർ 80 ഒന്നാമത്തെ ചോദ്യം എന്താ പറയുന്നത്? രജനി ഹാസ് 3 necklaces and 3 earrings of green, blue and red stones. Okay, എന്നിട്ട് in how many different ways can she wear them? അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. എന്താ ചോദ്യം? രജനിക്ക് നെക്ലസും ഉണ്ട്, ഇയറിങ്സും ഉണ്ട്, ചെവി കാതിലിരുന്ന സാധനവും ഉണ്ട്, അല്ലെ? കാതിലത്തെ ഉണ്ട്. ഏതൊക്കെ കളറിലല്ലേ? അതില് പച്ച, നീല, ചുവപ്പ് കളറിലുള്ള സ്റ്റോണുകളും ഉണ്ട്, കല്ലുകൾ പതിപ്പിച്ചിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അവൾക്ക് ഇയറിങ്സ് ഉണ്ട്, കാതിലിരുന്നത്. ഓക്കെ, ഇയറിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇയറിങ്സ് ഏതൊക്കെ കളറ്? പച്ച, ഗ്രീൻ, നീല, ബ്ലൂ, ചുവപ്പ്, റെഡ്. ഇതേ കളറില് എന്തുണ്ട്? നെക്ലസ് ഉണ്ട്, അല്ലെ? ഇതന്നെയല്ലേ കളറ്? ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചെന്താ? ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ്, എത്ര വ്യത്യസ്തമായ തരത്തിൽ അവർക്ക് ഈ 6 എണ്ണം വെച്ചിട്ട് നമുക്ക് ധരിക്കാൻ കഴിയും, വിയർ ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? എത്ര വ്യത്യസ്ത തരത്തിൽ. ഇപ്പൊ ഇവിടെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ, ഞാനാണ് രജനി എന്ന് വിചാരിക്കുക. ഞാനൊരു പച്ച കമ്മലിട്ടു, ഓക്കെ, അല്ലെങ്കിൽ ഒരു പച്ച നെക്ലസ് ഇട്ടു. ആദ്യം എഴുതുന്നത് നെക്ലസ് ആണ് കൂട്ടിക്കോളി കേട്ടോ. ആദ്യം എഴുതുന്നത് നെക്ലസ്, രണ്ടാമത് എഴുതുന്നത് ഇയറിങ്സിലായ കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം ഒരു പച്ച നെക്ലസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന്റെ ഒപ്പം ഏതൊക്കെ ഇയറിങ്സ് ധരിക്കാൻ പറ്റും? ഈ പച്ച നെക്ലസിന്റെ ഒപ്പം നമുക്ക് പച്ച ഇയറിങ്സും ആവാം. പച്ച നെക്ലസ് തന്നെ ഒപ്പം ബ്ലൂ ഇയറിങ്സ് ആവാം. വീണ്ടും പച്ച തന്നെ ഒപ്പം റെഡ് ഇയറിങ്സ് ആവാം. അപ്പൊ പച്ച നെക്ലസിന്റെ ഒപ്പം 3 കളർ ഇയറിങ്സ് ഇട്ടു. ഒക്കെ ഡിഫറെന്റ് ആണല്ലോ. ഇട്ട് കാണുമ്പോ ഒരാൾ ഇട്ട രീതിയിൽ ആലോചിക്കുക. ഇത് ഓരോന്നും ഡിഫറെന്റ് അല്ലേ? ആണല്ലോ. പച്ചടൊപ്പം പച്ച വെള്ള പോലെയല്ല, പച്ചടൊപ്പം നീല വെള്ള, പച്ചടൊപ്പം നീല വെള്ള പോലെയല്ല, പച്ചടൊപ്പം ചുവപ്പ് വരുന്നത് അല്ലല്ലോ. ക്ലിയർ അല്ലേ? എന്നാ ഇവിടെ വരട്ടെ. അങ്ങനെ പച്ച നെക്ലസിന്റെ പണി കഴിഞ്ഞു. അടുത്തതാരാ? നീല നെക്ലസ്. അതിന്റെ ഒപ്പവും ഗ്രീൻ ധരിക്കാം, ഇയറിങ്സ്. പിന്നെ നീല എന്തായിരുന്നു? നെക്ലസിന്റെ ഒപ്പം നീല ഇയറിങ്സ്, പിന്നെ നീലടൊപ്പം ചുവപ്പ്. അങ്ങനെ ഒരു ചാൻസ് കൂടി ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? ചുവപ്പ് നെക്ലസ്, പച്ച ഇയറിങ്സ്, ചുവപ്പ് നെക്ലസ്, നീല ഇയറിങ്സ്, ചുവപ്പ് നെക്ലസ്, ചുവന്ന ഇയറിങ്സ് ആണല്ലോ. ഇതല്ലാതെ ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. അപ്പൊ ഹൗ മെനി ഡിഫറെന്റ് വേസ് എന്നാണ് ചോദ്യം. എത്ര വ്യത്യസ്തമായ തരത്തിൽ ധരിക്കാം? 9 വ്യത്യസ്തമായ തരത്തിൽ ധരിക്കാം. ഓക്കെ, 9 ഡിഫറെന്റ് വേസിൽ വിയർ ചെയ്യാം. ക്ലിയർ ആണല്ലോ? കഴിഞ്ഞോ? ഇല്ല. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിംഗ് എ നെക്ലസ് ആൻഡ് ഇയറിംഗ് ഓഫ് ദി സെയിം കളർ? കഴിഞ്ഞോ? ഇല്ല. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിംഗ് എ നെക്ലസ് ആൻഡ് ഇയറിംഗ്സ് ഓഫ് ദി സെയിം കളർ? എന്താണ്? ഒരേ കളറിലുള്ള നെക്ലസും ഇയറിംഗും ധരിക്കാനുള്ള സാധ്യത എത്രയാണ്? ഒന്നിവിടെ നോക്കിക്കേ. ഇവിടെ ഉണ്ട്. ഒരേ കളർ എന്ന് പറയുമ്പോൾ നെക്ലസ് പച്ചയാണെങ്കിൽ ഇയറിംഗും പച്ചയാവണ്ടേ? അപ്പൊ ഇത് പറ്റും. പിന്നെ നെക്ലസ് ബ്ലൂ ആണെങ്കിൽ ഇയറിംഗും എന്തായിരിക്കണം? ബ്ലൂ ആയിരിക്കണം. പിന്നെ നെക്ലസ് റെഡ് ആണെങ്കിൽ ഇയറിംഗും എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. ഇതല്ലേ ഒരേ നിറത്തിലുള്ളത്? അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് ഒരേ നിറത്തില്. അപ്പൊ അതിന്റെ സാധ്യത എത്രയാണ്? സെയിം കളർ ആവാനുള്ള സാധ്യത എത്രയാണ്? ഞാൻ പറഞ്ഞു, എപ്പോഴും ഫ്രാക്ഷൻ ആയിരിക്കും, എപ്പോഴും ഭിന്നസംഖ്യാ രൂപത്തിലായിരിക്കും എഴുതുന്നത്. അതിന്റെ താഴത്ത് എഴുതുന്നത് ടോട്ടലാണ്. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? എത്രയാണ്? 9. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ടല്ലോ. ഇനി ഇവിടെ ടോട്ടൽ ഉള്ളതിൽ നമുക്കിപ്പോ ഈ ചോദ്യത്തിന് വേണ്ട എത്ര എണ്ണുള്ളത്? 3. അപ്പൊ 3/9. ഇതിന് വേണമെങ്കിൽ 1/3 എന്നൊക്കെ ആക്കാം. ആവശ്യമൊന്നുമില്ല, ഇത് മതി. 3/9. കഴിഞ്ഞോ? ഇല്ല. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഓഫ് ദി ഡിഫറെന്റ് കളേഴ്സ്. ഇത് 3ഉം സെയിം കളർ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് കളേഴ്സിലായിരിക്കില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ. ഫ്രാക്ഷൻ ആണ്. താഴത്തെ ടോട്ടൽ ആണ്. ഇവിടത്തെ ടോട്ടൽ 9 ആണ്. 3 എണ്ണം സെയിം കളർ ആണെങ്കിൽ ബാക്കിയുള്ള 1, 2, 3, 4, 5, 6 എണ്ണം ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? അപ്പൊ 6/9
9. 6/9 ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിളാണ്. പെയർ വന്നാലും വലിയ മാറ്റമൊന്നുമില്ല. ഇന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് പേജ് നമ്പർ 80 ഈ 2-3 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം ചെയ്തേ, വീഡിയോ പോസ് ചെയ്ത് ചെയ്തേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇനി ഈ പാഠത്തിൽ 2 കാര്യങ്ങൾ കൂടിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് ഒന്നാമത്തെ ഇനി അറിയേണ്ടത് മോർ പെയേഴ്സ് എന്ന് പറഞ്ഞ കാര്യം. മോർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ പറഞ്ഞ പെയറുകളിലൊക്കെ വളരെ കുറച്ച് പെയറായിരുന്നു അല്ലെ, ഒരു 9 എണ്ണം 10 എണ്ണം അല്ലെ, വളരെ കുറച്ച്. പക്ഷെ കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിലോ പെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നതിന് കേട്ടോ, അവർ ഓർമ്മ ഇതല്ലോ മറന്നിട്ടില്ലല്ലോ, അതാണ് പെയർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ അത് സാധാ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്ത് ഇപ്പൊ എന്താ പെയർ എന്താ ജോഡി എന്ന് നോക്കിയത് കേട്ടോ. ഓക്കെ, ജോഡി എന്താന്ന് ആലോചിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജോഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയതാണേ. എനിവേ മോർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടർച്ച തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എന്താ ചെറിയൊരു വ്യത്യാസം, വലിയ മാറ്റമല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇവിടെ അറിയുമ്പോ ഇപ്പൊ നമ്മൾ രജനിയുടെ കാര്യം ആലോചിച്ച്, അവിടെ രജനിക്ക് 3 കാതിലിടുന്ന ഇയറിംഗ്സും അല്ലെ, ആ 3 നെക്ലസും ഉണ്ടായിരുന്നു. 3 കൂടി ആകെ 6 സാധനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഈ പാഠത്തിലെ ലാസ്റ്റ് പേജ് 84-ാമത്തെ പേജ് എടുത്തേ. ഈ 84-ാമത്തെ പേജിലെ 1-ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇതും എന്ത് തന്നെയാണ്, ഈ ചോദ്യം ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻ കാണിക്കുന്നത് ഈ ചോദ്യം തന്നെയാണ്, പേഴ്സ് തന്നെയാണ്. പക്ഷെ പേഴ്സ് കുറച്ച് വലുതായി. ഇവിടെ നോക്കിക്കേ, 10A ക്ലാസ്സിൽ 30-20 അല്ലെ, 30 ബോയ്സ് 20 ഗേൾസ്, മറ്റേല് 15 ബോയ്സ് 25 ഗേൾസ്. മൊത്തത്തിൽ എത്ര, ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ, മറ്റേല് 40 കുട്ടികൾ. ചെറിയ കാര്യമാണോ? നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റ് എഴുതി പോകാൻ തുടങ്ങി കുറെ കാലം എഴുതേണ്ടി വരും. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമേ അല്ല. അപ്പൊ പെയർ തന്നെയാണ്, പക്ഷെ കുറച്ച് വലുതാണ്. ഞാൻ ഈ ചോദ്യം ഇപ്പൊ ചെയ്യുന്നില്ല. ഈ ചോദ്യം ഞാൻ തൽക്കാലം ഇവിടെ വെക്കുന്നു, അവിടെ കട്ടെ. ഇതേപോലത്തെ ചോദ്യം, ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കുന്നത്, ചെയ്യാതെ വെക്കുന്നു. കാരണം ഇതേപോലത്തെ ചോദ്യം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. മോർ പേയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള 2 ചോദ്യങ്ങൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇത് നിങ്ങൾ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് 19 A എന്താ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 2 dice marked with numbers 1 to 6 rolled together. Calculate the probability that the number got. എന്താ പറഞ്ഞ് ആടല്ല കേട്ടോ. 2 ഡൈസ് ഉണ്ട്. നമ്മൾ ഈ പാമ്പുമണി കളിക്കുന്ന പോലത്തെ ഡൈസ്. എന്ത് 1 മുതൽ 6 വരെ എഴുതിയ 2 ഡൈസ് ഒരേ സമയം റോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ റോൾ ചെയ്യുമ്പോൾ നമ്പറുകളൊക്കെ ഇങ്ങനെ വരുമല്ലോ. ഒന്നിലെ ഒരു നമ്പർ വരും, മറ്റേ വേറെ നമ്പർ വരുമല്ലോ. അതിനെ സംബന്ധിച്ചാണ് ചോദ്യം. എന്താ ചോദ്യം? നമ്മളോട് കുറച്ച് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. എന്താ, നമ്മൾ ഇടുന്ന 2 എണ്ണത്തിലും ഓഡ് നമ്പർ കിട്ടാൻ എന്താണ് പ്രോബബിലിറ്റി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ആർ ബോത്ത് ഓഡ്. ആ ഇട്ട 2 എണ്ണം ഇങ്ങനെ ഡൈസ് ഇടുമ്പോ ആ കിട്ടുന്ന എന്തായിരിക്കണം, വീഴുന്നത് എന്തായിരിക്കണം, 2 നമ്പറും 2ലും ഓഡ് നമ്പർ ആയിരിക്കണം അല്ലെ. നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. നമ്മളില് 2 ഡൈസുകൾ ഉണ്ടല്ലേ, 2 ഡൈസ്. അപ്പൊ ഇതില് ഡൈസ് 1ഉം ഒന്നിനെ ഞാൻ ഡൈസ് 1 നിർത്താൻ, മറ്റേത് എന്താണ് ഡൈസ് 2. ഇങ്ങനെ 2 എണ്ണാണുള്ളത് അല്ലെ. അതിലൊക്കെ എന്താണുള്ളത്, 1 മുതൽ 6 വരെയാണ് നമ്പർ എഴുതിയിട്ടുള്ളത്. ഇതിലെ ഓഡ് നമ്പർ എത്ര ഉണ്ട്? ഓഡ് ഇതിലേതൊക്കെ ഓഡ് നമ്പർ? 1, 3, 5 അല്ലെ. 1 മുതൽ 6 വരെയാണെങ്കിൽ 1, 3, 5. ഈവൻ ഏതൊക്കെയാണ്? ഈവൻ 2, 4, 6. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെയോ ഓഡ്? ഡൈസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി? നമ്മൾ 1, 2 പേരിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഇല്ല. അത് ഏതൊക്കെയോ ഓട്? 1, 3, 5. ഇവിടെ ഏതൊക്കെയാണ് ഈവൻ? ഏതാ ഈവൻ? 2, 4, 6 അല്ലെ. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായല്ലോ? അത് ക്ലിയർ അല്ലേ? ഇതിന്റെ ഡൗട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് നമ്മളോട് 1-ാമത്തെ ചോദ്യം പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്തായാലും പ്രോബബിലിറ്റി ആണല്ലോ. എന്ത് പ്രോബബിലിറ്റി ആണ്? നമ്മൾ ഈ ഇടുമ്പോ ഈ 1-ാമത്തെ 2-ാമത്തെ ഡൈസ് ഇങ്ങനെ ഇടുമ്പോ വീഴും. ആ വീഴുന്നത് 2 ഓടായിരിക്കണം. ആ വീഴുന്നത് 2 എന്തായിരിക്കണം? ഓടായിരിക്കണം. ഓഡ് നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോബബിലിറ്റി ഫോർ ബോത്ത് ആർ ഓഡ്. രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. 2 ഒറ്റ സംഖ്യ ആണല്ലേ. 2 ഒറ്റ സംഖ്യ കൊണ്ട് ഏതെങ്കിലും ഒന്നായാൽ മതിയോ? പോരാ. അപ്പൊ 2 ഒറ്റ സംഖ്യ ആവാൻ നമുക്ക് ആദ്യം ഇതിലാകെ എത്ര സാധ്യത ഉണ്ട് അറിയണ്ടേ? ടോട്ടൽ അല്ലെ. ഈ നമ്പറുകൾ ഇങ്ങനെ വീഴുമ്പോ വ്യത്യസ്തമായ രീതിയിൽ ആകെ എത്ര സാധ്യത ഉണ്ട് അറിയണ്ടേ? ടോട്ടൽ എത്ര ഉണ്ട് അറിയണ്ടേ? ടോട്ടൽ ആണല്ലോ നമ്മൾ ഇത് താഴ്ത്തി എഴുതുക അല്ലെ. ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിച്ചേക്കാം. എങ്ങനെ ടോട്ടൽ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ചേ. ഈ 2 ഡൈസിലും 6 ഫേസ് ആണല്ലോ ഉള്ളത് അല്ലെ, 6 മുഖങ്ങളാണല്ലോ ഉള്ളത്. നമ്മൾ ഈ പാമ്പുമണി കളിക്കുന്നതിൽ 6 ഭാഗമല്ലേ ഉള്ളത്. അപ്പൊ ഈ 6 വരുള്ളൂ അല്ലെ. 6 ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ
ടോട്ടൽ പെയേഴ്സ് എന്ന് പറയും, ആകെ ജോഡികൾ എന്ന് പറയും. ആകെ ജോഡികൾ. ജോഡികൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ ജോഡികൾ എന്ന് വിളിക്കാനുള്ള കാരണം? രണ്ടും ഒരുമിച്ചിട്ടാണ്. അപ്പൊ അത് ജോഡിയ ഒരു സമയത്ത് ഞാൻ ഇട്ടു, 1 വന്നു, മറ്റേ 2 വന്നു. ആ 1ഉം 2ഉം ഒരു ജോഡിയാണ്. ഓക്കെ, ആ ജോഡികൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആകെ 6 മുഖമുണ്ട്. അപ്പൊ ആ 6 എടുത്തു, അതിനെ ഗുണിക്കുക. ഇവിടെ എത്ര മുഖം തന്നെയുള്ളു? 6. അപ്പൊ 36 ഉത്തരം. 6 × 6 36. ഇവിടെ ഇങ്ങനെ വീഴുമ്പോ കിട്ടുന്ന ജോഡികൾ വ്യത്യസ്തമായ രീതിയിൽ 36 തരത്തിലേ വീഴുള്ളൂ. വ്യത്യസ്തമായ 36 തരത്തിലേ ഇത് വീഴുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തേക്കാം? 36. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട എന്താ ഇവിടെ 2 മോഡായിരിക്കണം. അതിന്റെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? ഒറ്റ സംഖ്യ ഉണ്ട്, 3 എണ്ണം. ഇവിടെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 3 എണ്ണം. അത് തമ്മിലാണ് ഗുണിക്കുക. 3 × 3 എന്താ? 9. അപ്പൊ 9/36. 9/36 നമ്മൾ മുമ്പ് എവിടെ കണ്ടിട്ടുണ്ട്. ഇതിനെ ചുരുക്കിയിട്ട് ഇപ്പൊ തന്നെ 1/4 എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതി വെച്ചാലും മതി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഈസി ഭാഗമായിട്ട് അതിലൊന്നും കൂടുതൽ സമയം കളയാൻ ഇല്ല. ഓക്കെ, അടുത്ത എന്താണ്? have an odd number as sum. have an odd number as sum. അത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ പറഞ്ഞേ? ഇപ്പൊ നമുക്ക് വീഴുമ്പോ കിട്ടുന്ന 2 നമ്പർ ഉണ്ടാവല്ലോ, അത് 2 കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? ഓഡ് നമ്പർ ആയിരിക്കണം. ശ്രദ്ധിക്കണം. എന്താണ്? വീഴുമ്പോ കിട്ടുന്ന 2 എണ്ണം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? അതൊരു ഓഡ് നമ്പർ ആയിരിക്കണം. have an odd number as sum. ഇതിങ്ങനെ ഇടുന്നു, വീഴുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു, അത് 2 കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? ഒരു ഒറ്റ സംഖ്യ കിട്ടണം. നോക്കല്ലേ, ഇവിടെ 1 അല്ലേ? നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ ആലോചിച്ചു പോകും. ഞാൻ ഡയസ് 1 ഇരുന്നപ്പോഴേക്ക് 1 തന്നെ വന്നു. ഈ ഒന്നാമത്തത് ഇരുന്നപ്പോ നമുക്ക് 1 കിട്ടി. ഇവിടെയും 1 കിട്ടി വിചാരിക്കാം. അപ്പൊ 1 കൂട്ടിയാൽ എത്രയാണ്? 2. 2 നമുക്ക് പറ്റുമോ? ഇല്ല, 2 നമുക്ക് പറ്റില്ല. കാരണം എന്താ? അത് ഒറ്റ സംഖ്യ അല്ലേ, ഇരട്ട സംഖ്യയാണ്. ഓക്കെ, സമ്മതിച്ചു. ഇവിടെ 1 തന്നെ വീണു, അവിടെ 3 വീണ് വിചാരിക്കാം. 3 കൂട്ടിയാൽ എത്രയാണ്? 4. 4 നമുക്ക് പറ്റുമോ? പറ്റില്ല. അടുത്തത് ഇവിടെ 1 തന്നെ, ഇവിടെ ആരും 5. 5 1 കൂട്ടിയാൽ എത്ര? 6. അത് പറ്റുമോ? പറ്റില്ല. വീണ്ടും ഇവിടെ 1 തന്നെ, ഇവിടെ ആരും 2. 2 1 കൂട്ടിയാൽ 3. അത് നമുക്ക് പറ്റില്ലേ? അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു പെയർ കിട്ടി. ഏതാ? ആദ്യത്തേൽ 1 വരട്ടെ, രണ്ടാമത്തേല് 2 വരട്ടെ. പിന്നെയോ ആദ്യത്തേൽ 1ഉം പിന്നത്തേൽ 4 വന്നാലും കുഴപ്പമില്ലല്ലോ. 4 1 കൂട്ടിയാൽ എത്രയാണ്? 5. പിന്നെ 1 6. 6 1 കൂട്ടിയാൽ 7 കിട്ടിയല്ലോ. അപ്പൊ ഈ 1ന്റെ ഒപ്പം 2ഉം 4ഉം 6ഉം വന്നാൽ നമുക്ക് കറക്റ്റ് ആണ്. ഇനി അടുത്തതോ? ഇവിടെ ആരാ? 3. 3ന്റെ ഒപ്പം ആരൊക്കെ വരാം? 1 വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. 3 1 കൂട്ടിയാൽ ശരിയാവില്ല, 4 ആണ്. 3 3 കൂട്ടിയാൽ 6 ആണ്. 3 5 കൂട്ടിയാൽ 8 ആണ്. പറ്റുമോ? അപ്പൊ ഏതൊക്കെ പിന്നെ വരിക? 2. 3ന്റെ ഒപ്പം പിന്നെ അടുത്തത് ആരാ? 2 വരും, 4 വരും, 6 വരും. ഒന്ന് കൂട്ടി നോക്കിയേ. 9 7 5. കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്താരോ? ഇവിടെ 5. ഒന്നാമത്തേൽ 5 വന്നു എന്ന് വെച്ചോ. ഓക്കെ, 5 വന്നാൽ ഇവിടെ ഏതൊക്കെ പറ്റിയ? അപ്പോഴും 2. പിന്നെ ആരാ? 5ന്റെ ഒപ്പം പിന്നെ ആരാ പറ്റിയ? 4. പിന്നെ ആരാ പറ്റിയ? 5ന്റെ ഒപ്പം 6. കൂട്ടി നോക്കിയേ. ഓഡ് നമ്പർ അല്ലേ? ആണല്ലോ. ഇങ്ങനെ പറ്റൂ. അപ്പൊ നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് എഴുതി കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തേൽ 2 വരാം, ഒന്നാമത്തേൽ 4 വരാം, ഒന്നാമത്തേൽ 6 വരാം അല്ലേ? അപ്പോഴും ഇതേപോലെയാണ്. ഒന്ന് ആലോചിച്ചേ, എത്ര ഉണ്ടാവും? ഇത്ര ആലോചിച്ചായി. ഇവിടെ 1ന്റെ ഒപ്പം 3 നമ്പർ അല്ലെ? 1ന്റെ ഒപ്പം എത്ര നമ്പർ വന്നു? 3 എണ്ണം വന്നു. 3ന്റെ ഒപ്പവും 3 എണ്ണം വന്നു. 5ന്റെ ഒപ്പവും 3 എണ്ണം വന്നു. അപ്പൊ 2ന്റെ ഒപ്പം എത്ര എണ്ണം വരും? 3 എണ്ണം വരും. 4ന്റെ ഒപ്പം ഏതിന് വരും? ഇപ്പൊ നോക്കിക്കേ, 2ന്റെ ഒപ്പം ആണെങ്കിൽ 2 1 2 1 കൂട്ടിയ 3, 2 3 3 2 5, 2 5 5 2 കൂട്ടിയ 5 ആണ്. 5 2 കൂട്ടിയ 7 അല്ലെ? ഇതേപോലെ എഴുതാം. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഓരോ നമ്പറിന്റെ കൂടെയും 3 എണ്ണം ഉണ്ട് അല്ലെ? 1ന്റെ കൂടെ അങ്ങനെ ഉണ്ട്, 2ന്റെ കൂടെ ഉണ്ട്, 3ന്റെ കൂടെ ഉണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നിസ്സാരമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം? എന്താ ചോദ്യം? നമ്മൾ ഈ എറിയുമ്പോ വീഴുന്ന 2 ഫേസ് കൂടി കൂട്ടിയാൽ, 2 നമ്പർ കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? ഒറ്റ സംഖ്യ കിട്ടണം, ഓഡ് നമ്പർ കിട്ടണം. ഇതാണല്ലോ നമ്മുടെ ആവശ്യം അല്ലെ? ഇതാണ് നമ്മുടെ ആവശ്യം. സിമ്പിൾ. അപ്പൊ ആ സാധ്യത അഥവാ പ്രോബബിലിറ്റി, ഇങ്ങനത്തെ പ്രോബബിലിറ്റി, ഈ വരട്ട ആവശ്യമില്ല. അതെ, പ്രോബബിലിറ്റി എഴുതുമ്പോ ഒരു വര ഉണ്ടാവുമല്ലോ. താഴത്തെ എപ്പോഴും എന്താണ്? ടോട്ടൽ.
ടോട്ടൽ എത്രയാണ് ഇവിടെ? 36. ഓക്കെ, 36 ആണല്ലോ. ഇനി ആലോചിച്ചേ, ഓരോ നമ്പറിന്റെ കൂടെയും 3 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. ഒന്നിന്റെ ഒപ്പം 3 ഉണ്ട്, 2 എഴുതിയപ്പോ 3 ഉണ്ട്, 3 എഴുതിയപ്പോ 3 ഉണ്ട്, 5 എഴുതിയപ്പോ 3 ഉണ്ട്, അപ്പൊ 4 എഴുതുമ്പോഴും ഉണ്ട് 3 അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആകെ 6 നമ്പർ ഉണ്ട് അല്ലെ? 6 നമ്പർ ഉണ്ട്. ആ 6 നമ്പറിന്റെ കൂടെയും 3 എണ്ണം ഉണ്ടാവും. 6 നമ്പറിന്റെ കൂടെയും 3 എണ്ണം ഉണ്ടാവും. എന്ത് കൂട്ടിയാൽ ഓട് കിട്ടുന്ന അർത്ഥസംഖ്യ കിട്ടുന്ന നമ്പറുകൾ 3 എണ്ണം ഉണ്ടാവും അല്ലെ? അപ്പൊ 6 × 3, 6 × 3 അപ്പൊ 18/36 അഥവാ 1/2. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? എനിക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ 6 എണ്ണം ഉണ്ട്. ഓരോന്നിന്റെയും ഒപ്പം ഇവിടുന്ന് ഓരോ 3 നമ്പർ വീതം വരും. ഇവിടുന്ന് 1 എടുത്താൽ ഈ 3 എണ്ണം വരും, ഇവിടുന്ന് 3 എടുത്താലും ഈ 3 എണ്ണം വരും, 5 എടുത്താലും 3 എണ്ണം വരും, 2 എടുത്താലും 3 എണ്ണം, 4ഉം 6ഉം എടുത്താലും 3 എണ്ണം. അപ്പൊ ഇവിടുത്തെ 6 നമ്പറിന്റെ കൂടെയും ഇവിടുത്തെ 3 നമ്പർ വീതം വരും അല്ലെ? 6 നമ്പറിന്റെ കൂടെ 3 നമ്പർ വീതം വരും. അവർ തമ്മിൽ കൂട്ടിയാൽ ഓടായിരിക്കും, ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ 6 × 3 18. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൽ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ചെറിയൊരു വ്യത്യാസം. ഇപ്പൊ ഇവിടെ സമ്മല്ലേ ചോദിച്ച്, നമുക്ക് ഈ വീട് കിട്ടുന്നതൊക്കെ തമ്മിൽ സമ്മ എന്തായിരിക്കണം? ഓടാവണം എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് ഓടായിരിക്കണം. എങ്ങനെയാണ്? ഞാൻ ഇപ്പൊ ഒന്നാമത്തെ ഡയസ് ഇട്ടു, അതിലൊന്ന് വന്നു. രണ്ടാമത്തെ ഡയസ് ഇട്ടു, അതിലൊന്ന് വന്നു എന്ന് വിചാരിക്കാം. ഇത് രണ്ടും തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്താൽ, ഗുണിച്ചാൽ ഗുണനഫലം, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം എന്താണ്? ഒന്നൊരു ഓട് നമ്പർ ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് എടുക്കാം, പ്രശ്നമില്ല. വീണ്ടും ഇവിടെ 1 തന്നെ, പക്ഷെ രണ്ടാമത്തേത് 2 1. 1 ഗുണിക്കണം 2 എന്താ? 2. ഈവൻ നമ്പർ അല്ലേ, അപ്പൊ അത് പറ്റില്ല. അടുത്തത് 1 ഗുണിക്കണം 3, 1 ഗുണിക്കണം 3 എന്താണ്? സോറി, ഇത് എടുക്കാം, ഓട് നമ്പർ ആണ് അല്ലെ? ഈ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് സമ്മ് ചെയ്ത പോലെ, തുക ചെയ്ത പോലെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതന്നെ ഈ ഒരൊറ്റ വരി നോക്കി നമുക്ക് അതിന് ഉത്തരം കിട്ടും. 1 4 പറ്റുമോ? പറ്റില്ല. 1 5 പറ്റുമോ? പറ്റും. 5 ഓട് നമ്പർ ആണ്. 1 × 5 5 ഓട് നമ്പർ ആണ്. 1 6 1 × 6 പറ്റില്ല. അപ്പൊ എത്ര ഉണ്ട്? 1ന്റെ ഒപ്പം എത്ര ഉണ്ട്? 3. അപ്പൊ 2ന്റെ ഒപ്പം എത്ര ഉണ്ടാവും? 3. 3ന്റെ ഒപ്പം എത്ര ഉണ്ടാവും? 3. അങ്ങനെ 6 പേരുടെ ഒപ്പം എത്ര ഉണ്ടാവും? 3. കഴിഞ്ഞ ചോദ്യം ചെയ്ത് എക്സാക്ട്ലി സെയിം. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? ഇനി ഇവിടെ 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ബി പാർട്ട് കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി ഞാൻ ക്ലാസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് അതായിരിക്കും മിക്കവാറും പരീക്ഷയ്ക്ക് എവിടെ 5 മാർക്കിന് വരുന്ന ചോദ്യം. നമ്മുടെ 4ാമത്തെ പാഠത്തിന്റെ അവസാന പേജില് ആദ്യത്തെ ചോദ്യമായിട്ട് ഈ ചോദ്യം ഉണ്ട്. അതിൽ തന്നെ ക്ലാസ് 10A 10B എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ആ 10Aക്കും 10Bക്കും കൂടി യാതൊരുവിധ മാറ്റവും ഉണ്ടാവാറില്ല. ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണത്തിൽ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചോദ്യം നോക്കാം. ചോദ്യം സ്കെയിലുണ്ട്. അപ്പൊ 19B ആണല്ലോ. ചോദ്യം എന്താ? ചോദ്യം, there are 20 boys and 15 girls in 10A and 15 boys and 20 girls in class 10B. എന്താണ്? 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 15 പെൺകുട്ടികളും ഉണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. തിരിച്ചു മറിച്ചിട്ടു. One of the students is to be selected from each classes for participating in the maths fair. മാത്സ് ഫെയറിൽ ഗണിതശാസ്ത്രമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി 2 ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെ വീതം സെലക്ട് ചെയ്താൽ കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ്, എന്താ? കുറച്ച് പ്രോബബിലിറ്റി സാധ്യതകൾ കണ്ടുപിടിക്കണം. എന്തിന്റെയൊക്കെ സാധ്യതകൾ? ആ സെലക്ട് ചെയ്യുന്ന 2 കുട്ടികളും പെൺകുട്ടികളാവാനുള്ള സാധ്യത. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആ സെലക്ട് ചെയ്ത 2 കുട്ടികളും പെൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് തന്നതൊന്ന് എഴുതി വെക്കാം. 10A ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സും ഗേൾസ് 15 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 35. ഇനി 10Bയിൽ എങ്ങനെയാണ്? ബോയ്സ് എത്രയാണ്? 15 ആണ്. ഗേൾസ് എത്രയാണ്? 20 ആണ്. അപ്പോഴും ടോട്ടൽ എത്രയാണ്? ടോട്ടൽ മാറ്റുന്നില്ല, 35. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യം വരുമ്പോ നമ്മൾ ഏറ്റവും നല്ല കാര്യം ആദ്യം തന്നെ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഒന്നാമത്തെ കാര്യം ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്, ഓക്കെ, ആകെ ജോഡികൾ കണ്ടുപിടിക്കാം. ആകെ ജോഡികൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ടോട്ടലുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. ഇവിടെ എത്ര ഉണ്ട്? 35, അപ്പുറത്ത് 35. 35 × 35 1225 ആണ്. ഞാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എഴുതി വെച്ചതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ടോട്ടൽ ജോഡികൾ, ടോട്ടൽ പേഴ്സ്, ആകെ ജോഡികൾ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി എഴുതിക്കുക, ടോട്ടൽ പ്രോബബിലിറ്റി. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് സ്കൂളിലൊന്നും പറയുന്നുണ്ടാവില്ല. എന്റെ ഒരു ഐഡിയ ആണ്. ആകെ സാധ്യത അല്ലെ, അതിന്റെ ഒരു ടെക്നിക്കാണ്. ആകെ സാധ്യത, ടോട്ടൽ പ്രോബബിലിറ്റി, ആകെ സാധ്യത. അപ്പൊ എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി, ആകെ സാധ്യത.
ആകെ സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇവിടെ ആകെ ടോട്ടൽ എന്താണ്? 1225. ആകെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ 1225 നിന്ന് നമ്മളിപ്പോ വിചാരിക്കുക ഈ 1225 ബിരിയാണി പൊതികളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എത്ര പേർക്ക് കൊടുക്കാൻ കഴിയും? 1225 പേർക്ക് കൊടുക്കാൻ കഴിയും അല്ലെ? വ്യത്യസ്തമായ 1225 പേർക്ക് കൊടുക്കാൻ കഴിയില്ലേ? അപ്പൊ ആകെ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആകെ എത്ര ജോഡികളുണ്ട്? 1225 പേഴ്സ് ഉണ്ടല്ലോ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തുകയാണെങ്കിലും, നമ്മൾ ഇനി ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണെങ്കിലും നമുക്ക് കിട്ടാവുന്ന മാക്സിമം ജോഡികൾ എത്ര എണ്ണമാണ്? 1225 അല്ലെ? അതിന് കൂടുതൽ കിട്ടില്ലല്ലോ, ഉറപ്പാണ്. അതിന് കൂടുതൽ കിട്ടില്ല. അപ്പൊ ആകെ സാധ്യത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി പറഞ്ഞാൽ എന്താ? നമുക്ക് മാക്സിമം എത്ര എടുക്കാൻ പറ്റും? ഈ 1225 നിന്ന് മാക്സിമം എത്ര എടുക്കാൻ പറ്റും? 1225 എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു ടെക്നിക്കാണ്. നമ്മുടെ ടോട്ടൽ കിട്ടിയതിനെ, ടോട്ടൽ പേഴ്സിനെ, ടോട്ടൽ ജോഡികളെ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈസിയാണ്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എന്താ? ബോത്ത് ആർ ഗേൾസ്. പ്രോബബിലിറ്റി ആണ് നോക്കേണ്ടത്. എന്താണ്? രണ്ടും ഗേൾസ് ആവണം, രണ്ടും പെൺകുട്ടികളാവണം. ബോത്ത് ആർ ഗേൾസ്. ഈസിയാണ് കേട്ടോ. രണ്ടും പെൺകുട്ടികൾ അല്ലെ? രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എഴുതുമ്പോ ഭിന്നസംഖ്യ ഫ്രാക്ഷന്റെ രൂപത്തിലാണ്. താഴത്ത് ടോട്ടൽ ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1225 ആണ്. ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നത്? രണ്ട് പെൺകുട്ടികളല്ലേ? പെൺകുട്ടികളുടെ എണ്ണം മാത്രം എടുത്താൽ മതി. ഏതാ പെൺകുട്ടികളുടെ എണ്ണം? 10 7 15, 10 വീല് 20 അല്ലെ? ഇത് തമ്മിൽ അങ്ങോട്ട് ഗുണിക്കുക, ഇത് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഇനി എന്താ അറിയോ? ഈ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിടത്തൊക്കെ എക്സാമിന് പോയിട്ട് അഡീഷൻ ചെയ്തിരിക്കും, കൂട്ടി വയ്ക്കും. ഗുണിക്കാൻ പറഞ്ഞിടത്തൊക്കെ കൂട്ടും. കണ്ടോളൂ കേട്ടോ, അങ്ങനത്തെ കുറെ പേരുണ്ടോ. ഓക്കെ, 20 × 15, 20 × 15, 15 × 2 30. അപ്പൊ ഒരു 0, 300/1225. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാം? സിമ്പിൾ ആണ്. നമ്മൾ 10 A ഒരു പെൺകുട്ടിയെ, ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു, 10 B ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു, അവരെ ഒരു ടീമാക്കി, ഒരു പെയറാക്കി നിർത്തിയാൽ അതില് 300 പേഴ്സിൽ 2 പെൺകുട്ടികളായിരിക്കും. എങ്ങനെയാണ്? 10 A സെലക്ട് ചെയ്തതും പെൺകുട്ടി, 10 B നിന്ന് സെലക്ട് ചെയ്തതും പെൺകുട്ടി എന്നുള്ള രീതിയിൽ എത്ര പേർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഡിഫറന്റ് ആയ 300 പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും 2 ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടികൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി എന്താ രണ്ടാമത്തെ ചോദ്യം? രണ്ടാമത്തെ ചോദ്യം, വൺ ഈസ് ഗേൾ ആൻഡ് അനദർ ഈസ് ബോയ്. വൺ ഈസ് ഗേൾ ആൻഡ് അനദർ ഈസ് ബോയ് അല്ലെ? ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയും. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയും എന്ന് പറയുമ്പോൾ ഞാൻ 10 A പെൺകുട്ടീനെ എടുത്താൽ 10 A ഏതിനെ കിട്ടണം? 10 A പെൺകുട്ടീനെ എടുത്താൽ 10 B നിന്ന് ആൺകുട്ടി വേണം. അല്ല, 10 A നിന്ന് ആൺകുട്ടീനെ എടുത്താൽ 10 B നിന്ന് പെൺകുട്ടി വേണം അല്ലെ? അങ്ങനെയല്ലേ? ഒന്നാണെങ്കിൽ ഒന്ന് പെണ്ണ്. അപ്പൊ 2 ആണാവാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ 2 പെണ്ണാവാൻ പറ്റുമോ? അതുമില്ല. ഓക്കെ, ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ഒക്കെ ചെയ്യാൻ ആലോചിക്കാനുള്ളത്. അപ്പൊ 2 ആൺകുട്ടി ആവാനും പറ്റില്ല, 2 പെൺകുട്ടി ആവാനും പറ്റില്ലല്ലോ. അപ്പൊ നമുക്കിവിടെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കണം. അതാണ് ബോത്ത് ആർ ബോയ്സ്. അഥവാ നമ്മൾ എടുക്കുന്നത് 2 10 A 10 B എടുക്കുന്നത് ആൺകുട്ടികളാവാൻ, 2ൽ നിന്നുമുള്ളത് ആൺകുട്ടികളാവാനുള്ള സാധ്യത. ബോത്ത് ആർ ബോയ്സ്, 2ഉം ആൺകുട്ടികളാവാനുള്ള സാധ്യത. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാൻ പരീക്ഷിക്കും. ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിപ്പോ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, അതെത്രയാണ്? ഇവിടെ എന്താ? 1225 ആണല്ലോ. 10 A 20 ആൺകുട്ടികൾ, 10 B 15 ആൺകുട്ടികൾ. ഇത് ഗുണിക്കുക. വീണ്ടും ആ പെൺകുട്ടികളെ ചെയ്ത അതേ പരിപാടി. ഗുണിച്ചാൽ എന്ത് കിട്ടും? 300/1225. ഓക്കെ ആണോ? ഇനി എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ? ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 1 ഗേൾ ആൻഡ് 1 ബോയ്. ഒരാണും ഒരു പെണ്ണും. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഒരാണും ഒരു പെണ്ണും എന്ന് പറയുമ്പോൾ 2 ആണാവാൻ പാടില്ല, 2 പെണ്ണാവാനും പാടില്ലല്ലോ. ഇല്ല, ഇവിടെയാണ് നമ്മുടെ മറ്റാളുടെ ആവശ്യം. എന്ത്? ആകെ സാധ്യത, ടോട്ടൽ ചാൻസ്, പ്രോബബിലിറ്റി. നേരത്തെ ചാൻസ് രീതി, ചാൻസ് ആണെങ്കിലും പ്രോബബിലിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ. ടോട്ടൽ ചാൻസ് ഒക്കെ അതിൽ നിന്ന് കുറയ്ക്കണം. എന്താ കുറയ്ക്കണ്ടേ? 2 ആൺകുട്ടി ആവാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് കുറയ്ക്കണം? 2 ആൺ അഥവാ ബോത്ത് ആർ ബോയ്സ്. 2 ആൺകുട്ടിയാവാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താ? ഒരു ആൺകുട്ടിയാണെങ്കിൽ മറ്റേ പെൺകുട്ടിയാവാൻ, അപ്പൊ 2 ആൺകുട്ടിയാവാൻ പറ്റില്ല. ഒപ്പം വേറെ എന്ത് കൂടി കുറയ്ക്കണം? 2 പെണ്ണ്.
രണ്ട് പെൺകുട്ടികളാവാൻ പറ്റുമോ? ബോത്ത് ആർ ഗേൾസ്. പറ്റുമോ? അതും പറ്റില്ല. അപ്പോ രണ്ട് ആൺകുട്ടി ആവാനുള്ളതും കുറയ്ക്കണം, രണ്ട് പെൺകുട്ടി ആവാനുള്ളതും കുറയ്ക്കണം. അപ്പൊ രണ്ട് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്നിച്ചൊരു കുറയ്ക്കലും കുറയ്ക്കാം, എങ്ങനെ വേണേ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കല്ലേ, ഇവിടുത്തെ ആകെ സാധ്യത എത്രയാണ്? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1225/1225 മൈനസ് രണ്ട് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാലുള്ള സാധ്യത മുകളിലുണ്ട് 300/1225 പ്ലസ് രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലും അതും എത്രയാണ്? മുകളിലുണ്ട് 1225 ആണല്ലോ. ആദ്യം കുറയ്ക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ നിൽക്കട്ടെ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. കുറയ്ക്കുന്നതിന് മുമ്പ് ഇവരെ അങ്ങനെ കൂട്ടാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്നാദ്യം കുറയ്ക്കുക, ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് വീണ്ടും ഇത് കുറയ്ക്കുക, അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് കുറയ്ക്കുക, എങ്ങനെ വേണം ചെയ്യാം. എങ്ങനെ ഇത് കൂട്ടുക? ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എങ്ങനെ കൂട്ടുക? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിച്ചാൽ. ഇവിടെ എല്ലാവർക്കും ഡിനോമിനേറ്റർ ഛേദം തുല്യമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിച്ചാൽ ദിവാറൊന്നും നോക്കണ്ട. എന്നിട്ട് എന്ത് ചെയ്യാം? മുകളിലുള്ളവർ തമ്മിൽ കൂട്ടുക. 300 കൂട്ടിയാൽ 600 അല്ലെ? ഇനി എങ്ങനെ കുറയ്ക്കുക? ഇപ്പൊ കുറയ്ക്കാനുള്ള സമയമായില്ലേ? എങ്ങനെ കുറയ്ക്കുക? സെയിം ഡിനോമിനേറ്റർ ഛേദം തുല്യമല്ലേ? അപ്പൊ ഉത്തരത്തിലും ഛേദം തുല്യമാണ്, അല്ലാതെ പൂജ്യമായിട്ടൊന്നും പോകില്ല കേട്ടോ. 1225 കുറക്കണം 1225 പൂജ്യം അങ്ങനെയൊന്നുമില്ല. രണ്ടോർത്തും സെയിം ആണെങ്കിൽ സെയിം. എന്നിട്ട് എന്ത് ചെയ്യാം? മുകളിലുള്ളവർ തമ്മിൽ കുറക്കുക. അത് കുറച്ചാൽ 625 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ 1225 ജോഡികളിൽ 625 ജോഡികൾ എന്തായിരിക്കും? ഒന്ന് ആൺകുട്ടിയാണെങ്കിൽ ഒന്ന് പെൺകുട്ടി ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഒരു ചോദ്യം കൂടി ഉണ്ട്. അതെന്താണ്? അതെങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് വൺ ഈസ് എ ബോയ്. അതായത് ഈ ജോഡിയിൽ 10 A എടുക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ 10 B എടുക്കുന്നത് പെൺകുട്ടി ആയാലും പ്രശ്നമില്ല. ഇനി 10 A എടുക്കുന്നതും ആൺകുട്ടി 10 B എടുക്കുന്നതും ആൺകുട്ടി ആയാലും പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങിയതൊന്ന്. രണ്ടും ആൺകുട്ടികളായാലും പ്രശ്നമില്ല, പക്ഷെ ചുരുങ്ങിയത് ഒന്നെങ്കിലും എന്തായിരിക്കണം? ആൺകുട്ടി ആയിരിക്കണം. ചുരുങ്ങിയത് ഒരാളെങ്കിലും എന്തായിരിക്കണം? ആൺകുട്ടി ആയിരിക്കണം. രണ്ടും പെൺകുട്ടികളാവാൻ പാടില്ല. ബോത്ത് ആർ ഗേൾസ് ഇവിടെ പറ്റില്ല. ബാക്കി എന്തും പറ്റും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയാലും പ്രശ്നമില്ല, രണ്ടും ആൺകുട്ടികളായാലും പ്രശ്നമില്ല, പക്ഷെ രണ്ടും പെൺകുട്ടികളാവാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ചെയ്യാ? ഇതേപോലെ അല്ലെ? അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ചോദ്യം അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ ബോയ്, ഒരു ആൺകുട്ടിയെങ്കിലും അല്ലെ എന്ന് പറയുമ്പോൾ സെയിം പരിപാടി. ആകെ സാധ്യത ഉണ്ടല്ലോ, ടോട്ടൽ ചാൻസ്. അതിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആണെങ്കിൽ രണ്ടും ബോയ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ബോയ് ഒരു ഗേളും ആവാം. പക്ഷെ എന്താവാൻ പറ്റില്ല? ബോത്ത് ആർ ഗേൾസ്. രണ്ട് ഗേൾസ് ആവാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ അത് കുറച്ചാൽ മതി. രണ്ടും പെൺകുട്ടിയാവാൻ പറ്റില്ല, അപ്പൊ അത് കുറച്ചാൽ മതി. ചെയ്യാലോ? ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വിട്ട ഭാഗം പൂരിപ്പിക്കുക. നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പേജ് നമ്പർ 84 പേജിലെ 1ാമത്തെ ചോദ്യം ചെയ്യാം. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 84 പേജിലെ 1ാമത്തെ ചോദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് കൂടി ആവുമ്പോ ഏകദേശം ഒക്കെ ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലേക്ക് പോകും. ഓക്കെ, ജാമിതീയ സാധ്യത. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയാനായി. ഓക്കെ, ഈ പാഠവും തീരാൻ ആയി. 2 പാഠം തീരും കേട്ടോ. ഓക്കെ, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. എന്താ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ? ജാമിതീയ സാധ്യത അല്ലെ? ജാമിതീയ സാധ്യതയെ ഞാൻ പറയുന്നു 2 തരത്തിലുള്ള ചോദ്യമാണ് വരിക. എന്താ സാധ്യത? 2 തരത്തിലുള്ള ചോദ്യം. ഒന്നാമത്തെ തരത്തിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ വൃത്തമുള്ളത്, സർക്കിൾ ഉള്ളത്. രണ്ടാമത്തെ എന്താ? സർക്കിൾ ഇല്ലാത്തത്. ഇത്രയേ ഉള്ളൂ. 2 തരത്തിലെ ചോദ്യം വരുള്ളൂ. ഒന്ന് സർക്കിൾ ഉള്ളത്, രണ്ടാമത്തത് സർക്കിൾ ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും ചെയ്യല്ലേ? സർക്കിൾ ഉള്ളതിന് ഉദാഹരണം കൃത്യമായി നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അത് അടക്കട്ടെ. അത് നമുക്ക് സർക്കിൾ ഇല്ലാത്തത് നോക്കാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 78 ടെക്സ്റ്റിലെ പേജ് നമ്പർ 78 എന്താ ചോദ്യം? നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു യെല്ലോ ബോക്സ് ഉണ്ട്, അതിന്റെ ഉള്ളില് അല്ലെ 78 1ാമത്തെ ചോദ്യം കേട്ടോ ഞാൻ പറയുന്നത്. ഒരു യെല്ലോ സ്ക്വയർ ഉണ്ട്, ഒരു മഞ്ഞ കളർ സ്ക്വയർ ഇവിടെ ഉണ്ട്, സമചതുര ഇവിടെ ഉണ്ട് അല്ലെ? സമചതുര ഇവിടെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സമചതുരവും ഉണ്ടല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞേ? നമ്മൾ ഇതിന്റെ ഉള്ളിൽ കുത്തുകയാണെങ്കിൽ അത് ഈ
നടുക്കിലെ സമചതുരം അല്ലെ, ഈ ഉള്ളിലുള്ള ഈ സമചതുരത്തിന്റെ ഈ സ്ക്വയറിന്റെ ഉള്ളിലാവാനുള്ള ചാൻസ് എത്രയാണ്? ഒന്നാമത്തെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ ഒരു ചോദ്യം വന്നാൽ, ജാമിതീയ സാധ്യതയിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം സിമ്പിൾ ആണ്. എന്താ സിമ്പിൾ? ഇതില് സർക്കിൾ ഉണ്ടോ, വൃത്തമുണ്ടോ? ഇല്ലല്ലോ, വൃത്തമില്ല. വൃത്തമില്ലെങ്കിൽ ഈസി ആയിട്ട് ടെക്നിക്ക് പറഞ്ഞിട്ട് നമുക്ക് വലിയ സ്റ്റെപ്പ് ഒന്നും വേണ്ട. ഇതിന്റെ ഏകദേശം സെന്റർ പിടിച്ചിട്ട് ഒരു പോയിന്റ് ഇട്ട് നമുക്ക് നമ്മുടെ ഒരു ഊഹത്തിനുണ്ട്. എന്നിട്ട് ഈ സെന്ററിൽ നിന്ന് ഈ ചെറിയ രൂപം, ഉള്ളത്തെ ഷേപ്പ്, ഉള്ളത്തെ ഈ സ്ക്വയർ, അതിന്റെ എല്ലാ മൂലയിലേക്കും എല്ലാ വെർട്ടെക്സിലേക്കും വരയ്ക്കുക. ഇപ്പൊ ഞാൻ ഈ സെന്ററിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് വയ്ക്കുന്നു. കാരണം ഉള്ളിലുള്ളതിന്റെ ഒരു വെർട്ടെക്സ് ആണിത്. ഉള്ളിലുള്ളതിന്റെ അടുത്ത വെർട്ടെക്സ് ഇതല്ലേ, അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുക. അടുത്ത വെർട്ടെക്സ് ഇതല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. ലാസ്റ്റ് വെർട്ടെക്സ് ഇതാണല്ലോ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്ത്, വൃത്തമില്ല, സർക്കിൾ ഇല്ല എന്ന് മനസ്സിലായപ്പോ തന്നെ സെന്ററിൽ ഒരു കുത്തിടുന്നു. എന്നിട്ട് ഉള്ളിലുള്ള രൂപത്തിന്റെ എല്ലാ വെർട്ടെക്സിലേക്കും ഞാൻ വരച്ചു. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് എന്താ ചോദിച്ച്, ഈ ഭാഗത്ത് ഈ ഉള്ളിൽ ഉള്ള ഈ ഷേപ്പിന്റെ ഈ പച്ച കളർ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ ആ പച്ച കളറിൽ വരാനുള്ള സാധ്യതയാണ് അല്ലേ? ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. ഫ്രാക്ഷൻ ആണല്ലോ, ഫ്രാക്ഷൻ ആണ് എപ്പോഴും ഭിന്നസംഖ്യ രൂപത്തിലാണ്, മറക്കരുത്. എന്നിട്ട് ഇവിടെ എത്ര ട്രയാങ്കിളുടെ എനിക്ക് 1 2 3 4 5 6 7 8 ടോട്ടൽ എത്രയുണ്ട്? 8 എണ്ണം. അപ്പൊ ടോട്ടലാണ് നമ്മൾ എപ്പോഴും താഴത്തെ ഇതിന്റെ ആകെയാണ് എഴുതേണ്ടത് 8. ക്ലിയർ അല്ലേ? ഇനിയോ രണ്ടാമത് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട ഭാഗം ഈ ഉള്ളത്തെ അല്ലേ, അവിടെ എത്ര എണ്ണം നോക്കിക്കുക. നമുക്ക് വേണ്ടത് എത്ര? 4 എണ്ണം. അത്രയേ ഉള്ളൂ. സിമ്പിൾ, ഈസി അല്ലേ? നിസ്സാരമായ പരിപാടി. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1/2 എന്നും കൂടി എഴുതാം. എങ്ങനെ? ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാളെ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. നിർബന്ധമാണ്. 4/4 1, 8/4 2. ഇങ്ങനെയും എഴുതാം. ഈസി അല്ലേ? ഇതാണ് സർക്കിൾ ഇല്ലാത്തത്. എന്നാ 2 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ആ പേജിൽ തന്നെ ഇതായി കാണുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം നോക്കിക്കേ. രണ്ടിലും സർക്കിൾ ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇതേ ഐഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ചെയ്തു. അപ്പൊ ഇനി സർക്കിൾ ഉള്ള ചോദ്യം, അത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം അല്ല ചെയ്യുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പൊ സാറേ എനിക്ക് ചെയ്യാൻ അറിയേണ്ടതാണെങ്കിൽ ആദ്യം നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് വരാം. ക്ലിയർ അല്ലേ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കിൾ ഉള്ള ചോദ്യങ്ങളുണ്ട്, അത് ചെയ്യാം. നമുക്കത് നോക്കിയാലോ അല്ലെ? എന്താ ചോദ്യം? എ പോയിന്റ് ഈസ് മാർക്ക്ഡ് വിത്തിൻ ഈച്ച് ഓഫ് ദി സർക്കിൾസ് ഷോൺ ഇൻ ദ പിക്ചർ. സ്ക്രീനിൽ കാണുന്ന പോലെ സംഗതി എന്താ? 2 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഇഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പോയിന്റ് ഈസ് വിത്ത് ദ ഷെയ്ഡഡ് പാർട്ട് of the first circle is taken as P and the probability that the point is with the shaded part of the second circle taken as Q, then what is the relation between P and Q? കാണുമ്പോൾ 4 ഓപ്ഷനൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് അധികം ഉള്ളതായിട്ടൊക്കെ തോന്നും. അത്യാവശ്യം കുറച്ച് പരിപാടികൾ ചെയ്യാനും ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ആദ്യം ഞാൻ ആ ചിത്രം ഒന്ന് വരയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ് എങ്ങനെയെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, 1 മാർക്കിന്റെ ചോദ്യം കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കണം, എന്താണ് പറഞ്ഞത്? 2 സർക്കിൾ എന്നു അല്ലെ, ഒന്ന് ചെറുതൊന്ന് വലുതുമാണ്. പക്ഷെ ഞാൻ വരച്ചപ്പോൾ ഒരുപോലെ വരച്ച് ആളേറെ പറ്റിപ്പോയതാണ്. ഓക്കെ, ഇതിന് 1 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഇപ്പുറത്തേക്ക് റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നമ്മളോട് എന്ത് ചോദിച്ചു? ഇതിൽ നമ്മളിങ്ങനെ ഡോട്ട് ഇടുന്നു. ഈ സർക്കിളിന്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഇടുന്നു. അത് ഷെയ്ഡഡ് റീജിയൻ, ഈ റീജിയൻ ഷെയ്ഡഡ് ആണ്. നമുക്ക് സ്ക്രീനിൽ കാണാലോ. ഈ ഷെയ്ഡഡ് റീജിയനിലാണ് ആ ഡോട്ട് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പി എന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഷെയ്ഡഡ് റീജിയന്റെ അകത്ത് വരുന്ന ഇതിനുള്ള പ്രോബബിലിറ്റി. ആ ഡോട്ട് ഇടുമ്പോൾ അത് ഷെയ്ഡഡ് റീജിയന്റെ അകത്ത് വരാനുള്ള പ്രോബബിലിറ്റി നമ്മൾ പി എന്ന് എടുക്കുന്നു. ഇവിടെ അതേ സാധനം ക്യൂ എന്ന് എടുക്കുന്നു. ഷെയ്ഡഡ് റീജിയന്റെ അകത്ത് വരാനുള്ള പ്രോബബിലിറ്റി ക്യൂ എന്ന് എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എടുത്താൽ ഈ പിയും ക്യൂവും ഈ 2 പ്രോബബിലിറ്റി തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. ഇവിടുത്തെ വ്യത്യാസം, ഒരു സർക്കിൾ 1 സെന്റിമീറ്റർ ആണ്, മറ്റേ സർക്കിളിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ആരം ഇതാണ് ഒരു വ്യത്യാസം. എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻ തന്നു. പി എന്ന് പറയുന്നത് 1ൽ നിന്ന് ക്യൂ കുറച്ചാൽ കിട്ടുന്നതാണ്, 1 - Q അല്ലെ. പി എന്ന് പറയുന്നത് ഹാഫിൽ നിന്ന് ക്യൂ കുറച്ചാൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറയുന്നത് ക്യൂവിന്റെ പകുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ പി ഈസ് ഈക്വൽ ടു ക്യൂ. അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് എന്ത് പറഞ്ഞു? പിയും ക്യൂവും തുല്യമാണ്. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഈസി ആയിട്ടൊരു വഴി പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്താ? ഇവിടുത്തെ ആംഗിൾ ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 60 അല്ലേ? ഇവിടുത്തെ ആംഗിളും 60 അല്ലേ? സംഗതി ചെറിയ സർക്കിളും വലിയ സർക്കിളാണ്. സംഗതി ചെറുതും വലുതുമാണ്. പക്ഷേ സർക്കിളിന്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് വലിപ്പം കൂടും. അതായിക്കോട്ടെ, അത് പ്രശ്നമല്ല, അത് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം? ഈ പിയും ക്യൂവും ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ എത്ര വലിയ സർക്കിൾ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, വേറൊരു സർക്കിൾ വളരെ ചെറുതെടുത്തോ, ഓക്കെ, ഇങ്ങനെ ഒരു വലിയ വ്യത്യാസത്തിലുള്ള രണ്ട് സർക്കിളുകൾ ആയാൽ പോലും നമുക്ക് പ്രശ്നം ഇല്ല. എങ്ങനെ? ആംഗിൾ തുല്യമാണോ നോക്കിയാൽ മതി. അതായത് ഇപ്പൊ നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഇങ്ങനെ സർക്കിൾ എടുത്തു, ഞാൻ കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ചു, സെന്റർ കൊടുക്കാം, കറക്റ്റ് സെന്റർ കൂടെ ഞാൻ 4 ആക്കി മുറിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് കറക്റ്റ് 4 ആക്കി കുരിശ് വെച്ച പോലെ നമ്മള് പറഞ്ഞ കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ചു. ഓക്കെ, ഇതിന്റെ റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് വിചാരിക്കും, ഒരു എക്സാമ്പിൾ 90 ഡിഗ്രി. എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം, ഇതേ ചോദ്യം ഇവിടെ ഈ ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള സാധ്യത എന്താണ്? ഇത് പി ആണ്. ഇതിലൊരു ഡോട്ട് ഇടാനുള്ള സാധ്യത എത്രയാണ്? ഈ പി എന്താവാനാണ് സാധ്യത? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ പി എന്താവാനാണ് സാധ്യത? ഒന്ന് നോക്കിയേ, ഈ സർക്കിളിനെ ടോട്ടൽ എത്ര കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്? 4 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പി വരാനുള്ള സാധ്യത എന്താ? 1/4. ഇനി അതിനേക്കാൾ വലിയൊരു സർക്കിൾ വരച്ചു, ഇതേപോലെ മുറിച്ചു. ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഡോട്ട് ഇടാനുള്ള സാധ്യത ക്യൂ എന്നെടുക്കുന്നു. ഇവിടുത്തെ ക്യൂ എന്താ? ഈ ആംഗിൾ 90 ഡിഗ്രി കേട്ടോ. ഓക്കെ, ഈ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെ ഈ ക്യൂ ആവാനുള്ള സാധ്യത എന്താ? ഒന്ന് നോക്കി, ഈ സർക്കിളിനെ എത്ര ഭാഗമാക്കിയിട്ടാ ഡിവൈഡ് ചെയ്തേ? 4. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തേ? 1. രണ്ടും തന്നെയാണ്, 1/4. ഇനിയിപ്പോ 60 ഡിഗ്രി ആയാലും ഇത് തന്നെയാണ്. ഇത് 60 ഡിഗ്രി, അതിനേക്കാൾ വലിയൊരു 60 ഡിഗ്രി. പക്ഷെ സർക്കിളിനെ വെച്ച് നോക്കുമ്പോൾ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള പ്രോബബിലിറ്റിയും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരു മാർക്ക് ഇടുന്നതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഇത്ര നോക്കുക, ആംഗിൾ ഈക്വൽ ആണോ? ആംഗിൾ ഈക്വൽ ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടെ ആംഗിൾ 120 വന്നിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ? സിമ്പിൾ, 120യുടെ പകുതി അല്ലേ 60 ആണല്ലോ. 120യുടെ പകുതി ആണല്ലോ 60. ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ 120യുടെ പകുതി 60 ആവുമ്പോൾ എന്താവും പ്രോബബിലിറ്റി? ക്യൂവിന്റെ പകുതിയാണ് പി. ക്യൂവിന്റെ ഹാഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ പകുതി അതാണ് എന്ത്? പി. ക്യൂ എത്രയാണോ അതിന്റെ പകുതിയാണ് പി. കറക്റ്റ് അല്ലേ? ക്യൂവിന്റെ അവിടെ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ്. സിമ്പിൾ പോലെ, അത്ര മതി. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഈ വീഡിയോ തന്നെ ഉണ്ട്. അവിടെ നമുക്ക് ഇത് വേറെ രീതിയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം. 1 വേർഡേ ഉള്ളൂ, ഇത്ര നോക്കിയാൽ മതി. എന്താണ് ആംഗിൾ? സിമ്പിൾ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തേക്ക് പോയാലോ? അതിന്റെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിന്റെ അടുത്ത വേർഷൻ അല്ലെ, കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ഭാഗം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഇൻ ദ പിക്ചർ ദ എൻഡ്സ് ഓഫ് കോർഡ്സ് ഓഫ് എ സർക്കിൾ ആർ ജോയിൻഡ് ടു ദി സെന്റർ ഓഫ് ദി സർക്കിൾ. എന്താണ്? സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്, എന്തുണ്ട്? ഞാനുണ്ട്. ആ ഞാനിന്റെ അറ്റങ്ങൾ സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു, സർക്കിളിന്റെ കേന്ദ്രത്തിലേക്ക് നീട്ടി വച്ചിരിക്കുന്നു. ഇഫ് എ പോയിന്റ് ഈസ് മാർക്ക്ഡ് ഇൻസൈഡ് ദി സർക്കിൾ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്? ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുണ്ട് അവിടെ? ഇഫ് എ പോയിന്റ് ഈസ് മാർക്ക്ഡ് ഇൻസൈഡ് ദ സർക്കിൾ, ഈ സർക്കിളിന്റെ അകത്തൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ, രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അത് തെറ്റാണ്. ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സെക്ടർ എന്നായിരിക്കും. ഓക്കെ, എന്താണ്? ഇതിന്റെ അകത്ത്, ഈ സർക്കിളിന്റെ അകത്ത് നമ്മളൊരു ഡോട്ട് ഇട്ടാൽ, ഒരു കുത്തിട്ടാൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അത് ഈ വൃത്താംശം, ഇവിടെ ഈ വൃത്തത്തിന്റെ അംശം ഉണ്ടല്ലോ, ഒരു കഷ്ണം ഉണ്ടല്ലോ, ആ വൃത്താംശത്തിന്റെ അകത്ത് വരാനുള്ള സാധ്യത എന്താണ്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇംഗ്ലീഷിലെ തെറ്റാണ്, ഇൻസൈഡ് ദ സർക്കിൾ അല്ല,
അതെ, ഇൻസൈഡ് ദ സർക്കിൾ എന്നാണ്. പക്ഷെ ഇൻസൈഡ് ദ സർക്കിൾ അല്ല സെക്ടർ. കാരണം എന്താ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? സർക്കിളിന്റെ അകത്തൊരു ഡോട്ട് ഇട്ടാൽ എന്നാണ് ചോദ്യം തന്നെ. പിന്നെ വീണ്ടും ഇൻസൈഡ് ദ സർക്കിൾ വരുമോ? ഒരിക്കലും ഇല്ല. പിന്നെന്താ വരുന്നത്? ഇൻസൈഡ് ദ സെക്ടർ. ഇൻസൈഡ് ദ സെക്ടർ. അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, നമുക്ക് എന്താ വേണ്ടത്? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുമ്പോ നമ്മളൊരു ഡോട്ട് അങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇടുന്നു. ഓക്കെ, ഇപ്പോഴും അറിയില്ല അത് എവിടെ ഇട്ടത്. അത് ഇട്ടത് എന്തിന്റെ ഉള്ളിലാണോ? സെക്ടറിന്റെ ഉള്ളിൽ ആവാനുള്ള സാധ്യത, വൃത്താംശത്തിന്റെ ഉള്ളിൽ ആവാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കിയാലോ. വൃത്താംശത്തിന്റെ ഉള്ളിൽ, കറക്റ്റ് അല്ലെ? ഇതൊരു വൃത്താംശമല്ലേ? അതിന്റെ ഉള്ളിൽ തന്നെ അല്ലേ വന്നിട്ടുള്ളേ? അല്ലെ? കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ നമുക്കത് കൃത്യമായി കിട്ടി, വൃത്താംശത്തിന്റെ ഉള്ളിൽ തന്നെ. ഇനി അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? നമ്മൾ കഴിഞ്ഞ ചോദ്യം ചെയ്തതിന് നമുക്കറിയാലോ എത്രമാത്രം സാധ്യത ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല. എന്തേ? നമുക്കറിയാലോ ഇവിടുത്തെ ആംഗിൾ എത്ര? 90 അല്ലേ? ആംഗിൾ എത്രയാണ്? 90. ഞാൻ ഈ വര തൽക്കാലം ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാണ്? 90 അല്ലേ? അപ്പൊ ഞാൻ അത് ഇങ്ങനെ നീട്ടി വരച്ചു എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ അല്ല, ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെയും വരച്ചു. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും ഇതും 90, ഇതും 90, ഇതും 90 അല്ലെ? അതിൽ ഈ ഒരു ഭാഗത്താവാനുള്ള ചാൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഇവിടെ ഒരു ആവാനുള്ള ചാൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആണല്ലോ, ഈ സെക്ടറിന് വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോ പ്രോബബിലിറ്റി ഈക്വൽ ടു സാധ്യത അല്ലെ? പ്രോബബിലിറ്റി അഥവാ സാധ്യത എന്താണ്? സെക്ടറിൽ വരാനുള്ള സാധ്യത എന്താ? ആകെ ഈ സർക്കിളിന് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? ടോട്ടൽ 4. 90 ആവുമ്പോ എത്ര കൃത്യമാക്കാം? 4 ഉണ്ടാക്കിയിട്ട് മുറിക്കാം. കൃത്യം 4 ഭാഗമാക്കിയിട്ട് മുറിക്കാം. അതിൽ ഒരു ഭാഗത്തെ നമ്മളോട് ചോദിച്ച്, അപ്പൊ നമുക്ക് എഴുതാം 1/4. എന്താ എഴുതിക്കാം? 1/4. ഇനി അഥവാ ക്വസ്റ്റ്യൻ കൃത്യമാണെന്ന് വെക്കാം. അപ്പൊ എന്താ ചോദിച്ച്? സർക്കിളിൽ വരാനുള്ള സാധ്യത, സർക്കിളിൽ വരാനുള്ള ചാൻസ് ആണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അത് സാധ്യത അല്ല കേട്ടോ. മീൻസ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ പറയാണ്, സർക്കിളിൽ വരിക എന്ന് പറഞ്ഞാൽ ആ ചോദ്യം തെറ്റാണ് ടെക്നിക്കലി. പക്ഷെ ഇനിയിപ്പോ അവർ ഉദ്ദേശിച്ചത് ഒരു പക്ഷെ ഇങ്ങനെയാവാം, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമില്ലേ, ഷെയ്ഡ് ചെയ്ത ഭാഗം അവിടെ ബാക്കിയുള്ള ഇവിടെയോ എവിടെയെങ്കിലും ആവാം എന്നാണെങ്കിലോ, ചിലപ്പോ അങ്ങനെയാണെങ്കിലോ. ചോദ്യം ഇപ്പോഴും തെറ്റാണ്, പക്ഷെ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിലോ ഒന്ന് അപ്പോഴും ആലോചിച്ച് ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 4. ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 4 ആണല്ലോ. ഓക്കെ, അതിൽ എത്ര ഭാഗത്താ ഷെയ്ഡ് ഇല്ലാത്തത്? 3. അപ്പൊ എന്താ സാധ്യത? പ്രോബബിലിറ്റി എന്താ? 3/4. അപ്പോഴത്തെ പ്രോബബിലിറ്റി എന്താണ്? 3/4. കൃത്യമാണല്ലോ, കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ, അതെങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല അല്ലെ? അത് ഇത്ര ഈസി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് സെഗ്മെന്റ് ഓഫ് ദി സർക്കിൾ. എന്താ ചോദിച്ച്? നമ്മൾ ആ ഡോട്ട് ഇടുന്നത് ഷെയ്ഡഡ് സെഗ്മെന്റ്. എന്താ ഈ സെഗ്മെന്റ്? എവിടെ ഇതിലെ സെഗ്മെന്റ്? സെക്ടർ നമ്മളിപ്പോ കണ്ടു അല്ലെ? വൃത്താംശം കണ്ടു. ഇനിയിപ്പോ ഏതാണ്? സെഗ്മെന്റ് ആണ് അല്ലെ? ഏതാ ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതേതാ ഭാഗം? അതാ ഈ ഭാഗം, ഇതാണ് ആ ഭാഗം. ഓക്കെ, അതായത് നമ്മൾ ഡോട്ട് ഇടുമ്പോ അതിന് എവിടെ വരാനുള്ള സാധ്യത നോക്കേണ്ടത്? ഈ ഭാഗത്ത്. അതെങ്ങനെ കിട്ടുക? ഷെയ്ഡഡ് സെഗ്മെന്റ് ആണ് അല്ലെ? എങ്ങനെയാ കിട്ടുക? അപ്പൊ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വൃത്തഖണ്ഡം എന്നൊക്കെ മലയാളത്തിൽ പറയല്ലേ? ഈ വൃത്തത്തിന്റെ ഈ ഒരു ഭാഗം അല്ലെ, വൃത്തത്തിന്റെ ആ ഒരു വൃത്താംശം എന്ന് വിളിക്കാൻ പറ്റില്ല, അത് ഇങ്ങനെയാണ്. വൃത്തത്തിന്റെ ഈ ഒരു ഭാഗം, അതിനെയാണ് സെഗ്മെന്റ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് പ്രോബബിലിറ്റി that the point being inside the segment എന്താണ്? വൃത്തഭാഗത്തിന്റെ അകത്ത് പോയിന്റ് വരാനുള്ള സാധ്യത ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒന്ന് പറഞ്ഞേ, ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുക അല്ലെ? ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുക? നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ടാൽ, ഇതിലൊരു ഡോട്ട് ഇട്ടാൽ അത് ഈ ഭാഗത്ത് വരണം. ഇതാണ് നമ്മുടെ ആവശ്യം. ഇതിന്റെ ഉള്ളിൽ ഡോട്ട് ഇട്ടാൽ അത് ഇതിന്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം?
അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പാഠം ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, എനിവേ നിങ്ങളുടെ സ്കൂളിലോ ട്യൂഷനിലൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു സർക്കിളിന്റെ ഉള്ളിലത്തേക്ക് ശരിക്കും കണ്ടുപിടിക്കുന്നത് ശരിക്കും നമ്മളിപ്പോ നേരത്തെ 2 ഭാഗം ചെയ്തപ്പോഴും 2 ചോദ്യം ചെയ്തപ്പോഴൊക്കെ അതിന്റെ ടെക്നിക്കായി യൂസ് ചെയ്യും. ഇവിടെ അങ്ങനത്തെ ടെക്നിക്കുകളൊന്നും ഏൽക്കാൻ പോണില്ല. ശരിക്ക് കിട്ടണമെങ്കിൽ അല്ലെ, ഇതുപോലുള്ളൊരു സംഗതി വൃത്തത്തിന്റെ കഴുത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എഴുതുന്നൊക്കെ ഫ്രാക്ഷനാണല്ലോ, ഭിന്നസംഖ്യ രൂപത്തിലല്ലേ. അപ്പൊ ഒരു വര ഉണ്ടാവില്ല നടക്ക്. താഴത്തെ എപ്പോഴും നമ്മൾ ടോട്ടൽ അല്ലേ എഴുതല്, ആകെയാണല്ലോ എഴുതല്. ഇവിടെ നമുക്ക് അറിയേണ്ട ആകെ എന്ന് പറയുന്നത് വൃത്തമായതുകൊണ്ട്, ആകെ എന്ന് പറയുന്നത് വൃത്തമായതുകൊണ്ട് ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ പരപ്പളവ്, വൃത്തത്തിന്റെ പരപ്പളവ്, ഇതാണ് ആകെ. ഇവിടുത്തെ ടോട്ടൽ, ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ വൃത്തമാണല്ലോ, അപ്പൊ അതിന്റെ പരപ്പളവാണ്, ഏരിയയാണ് ഇവിടുത്തെ ടോട്ടൽ. ഇനി മുകളിൽ വേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത്, ആ ഭാഗത്തിന്റെ പരപ്പളവ്, നമുക്ക് വേണ്ടതിന്റെ പരപ്പളവ്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് സെഗ്മെന്റ് അല്ലേ, അപ്പൊ ഏരിയ ഓഫ് സെഗ്മെന്റ്, വൃത്താംശത്തിന്റെ വൃത്തഭാഗത്തിന്റെ പരപ്പളവ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ചോദ്യമൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ. ഇവിടെ അങ്ങനെ ചെയ്തേ പറ്റൂ. ഒരു വൃത്തൊക്കെ വന്നാൽ നമ്മൾ വൃത്തത്തിന്റെ ആകെ പരപ്പളവ് കണ്ടുപിടിക്കണം. പിന്നെയോ നമ്മളോട് ചോദിച്ച ഭാഗം, വൃത്ത ഭാഗം, ഈ ഒരു സെഗ്മെന്റ്, അതിന്റെ പരപ്പളവും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ തൽക്കാലം വായിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഭാഗത്തിന്റെ പരപ്പളവാണ്, വൃത്തഭാഗത്തിന്റെ പരപ്പളവ്. ഓക്കെ, ഏരിയ ഓഫ് സെഗ്മെന്റ്. നമുക്ക് നോക്കാമല്ലോ ഇത് എങ്ങനെ ചെയ്യാന്ന്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ ഒന്ന് പറഞ്ഞേ. ഈ സെഗ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ കിട്ടുന്നു കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ പരപ്പളവ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താ വേണ്ടേ? നമ്മൾ ഈ മൊത്തത്തിലുള്ള പരപ്പളവ് വേണം, ഈ ഒരു ഭാഗം മൊത്തത്തിലുള്ള പരപ്പളവ് വേണം. അതെന്തിനാ? ഈ വൃത്താംശം അഥവാ ഈ സെക്ടറിൽ തന്നെയല്ലേ ഈ ഭാഗവും പെടുന്നത്? ഈ ത്രികോണം മാത്രമാണോ സെക്ടർ? അല്ല, സെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മുഴുവനാണ്. ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം മുഴുവനാണ് എന്ത്? സെക്ടർ. ഓക്കെ, അല്ലാതെ ഇവിടെ ഉള്ള ഈ ത്രികോണം അല്ല സെക്ടർ. ഓക്കെ, ഈ ഒരു ഭാഗത്തെ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നു, ഈ മുഴുവൻ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്ടർ. നേരത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, സെക്ടർ എന്ന് വിളിക്കുന്നു, വൃത്താംശം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച്, എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഭാഗം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വൃത്താംശത്തിന്റെ പരപ്പളവ് ഉണ്ടല്ലോ, വൃത്താംശത്തിന്റെ പരപ്പളവ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. വൃത്താംശ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ്. നേരത്തെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്, സോറി, മറന്നു അതാണ്. നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ടത് ഈ ഒരു ചെറിയ കഷ്ണത്തിന്റെ ഏരിയയാണ്. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് എന്തേ ഉള്ളു വഴി? നമ്മളിതാ ഈ മുഴുവൻ ഭാഗത്തിന്റെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിന്റെ ഈ ഭാഗം ഒഴിവാക്കുന്നു. അപ്പൊ കറക്റ്റല്ലേ? കറക്റ്റാണല്ലോ. അതാണ് ചെയ്യുന്നത്. ഈ മുഴുവൻ ഭാഗത്തിന്റെ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സെക്ടർ, വൃത്താംശത്തിന്റെ പരപ്പളവ്. അതിൽ നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ പരപ്പളവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വൃത്താംശത്തിന്റെ ഈ വൃത്തഭാഗത്തിന്റെ പരപ്പളവ് കിട്ടും, ഈ സെഗ്മെന്റിന്റെ പരപ്പളവ് കിട്ടും. അപ്പൊ നമ്മുടെ ഒരു മെയിൻ പരിപാടി കഴിയും. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കല്ലേ. ഓരോന്നോരോന്നായിട്ട് ഇത് കുറച്ചധികം പരിപാടികൾ ഉണ്ട് കേട്ടോ. ഒന്ന് കണ്ടുപിടിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ അല്ലെ. പ്രോബബിലിറ്റി, സാധ്യത കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതറിയണമെങ്കിൽ ഇതറിയണം, ഇതിന്റെ ഒപ്പം ഇതും കൂടി വേണം അല്ലയോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ്? ഈ വൃത്താംശം അഥവാ സെക്ടറിന്റെ പരപ്പളവ്, വൃത്താംശത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സെക്ടർ. ഏരിയ ഓഫ് സെക്ടർ കാണാൻ നമുക്ക് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നൊക്കെ എഴുതി വെച്ചോളി. പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. എന്താ തീറ്റ? തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ. തീറ്റ എന്ന് വേണമെന്നില്ല, അവിടെ എക്സ് എന്നോ വൈ എന്നോ സെഡ് എന്നോ എന്ത് വേണം കേട്ടോ. ആംഗിളിനെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് തീറ്റ വെച്ചിട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, നോ പ്രോബ്ലം. ഓക്കെ, എന്നാ പറഞ്ഞേ എന്തൊക്കെയാണ്? പൈ അങ്ങനെ തന്നെ കേട്ടെ, ഇൻറ്റു
ആറ് എന്താണ് ഇവിടുത്തെ ആറ്? 2 അല്ലേ? അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞത് ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ 90/360. ഓക്കെ, അപ്പൊ പൈ ഇൻറ്റു 2 സ്ക്വയർ ഈസ് 4 ഇൻറ്റു 90. ഈ 90/360 നമുക്കൊന്ന് ചെറുതാക്കാലോ. എങ്ങനെ ചെറുതാക്കുക? ഞാൻ പറഞ്ഞു ചെറുതാക്കേണ്ട ഐഡിയ നേരത്തെ പറഞ്ഞു. മുകളിലും താഴെയും ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ 90/360 ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ 0 കട്ട് ചെയ്യും. അപ്പൊ ആരാ? 9ഉം 36. ഈ 9നെയും 36നെയും ചെറുതാക്കി എഴുതണം. അപ്പൊ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മുകളിലും താഴെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ആലോചിച്ചേ, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 9നെ ചെയ്യാം. 36നെയും നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9/9 is 1 അല്ലെ? ആൻഡ് 36/9 is 4. കിട്ടിയോ? ഇനി നമുക്ക് ഗുണിക്കാലോ. ഇതെങ്ങനെ ഗുണിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വായിക്കുന്ന ഓർഡറിൽ വേണം ഗുണിക്കാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇത് വായിക്കുക? 4π അല്ല 4 × π ആയിക്കോട്ടെ. 4 × π ഇൻറ്റു 1. 4 × π × 1 അല്ലെ? അപ്പൊ 4 × π × 1 അല്ലെങ്കിൽ π × 4 × 1. 4 × 1 എന്താ? ഈസ് 4. അപ്പൊ ഇതെന്തായി? 4π/4. ഓക്കെ, 4π × 1. മാറ്റെന്തെങ്കിലും ഉണ്ടോ? ഒരു മാറ്റമല്ല. /4 ഈ 4 അങ്ങനെ തന്നെ പെട്ടാലോ. ബാക്കി എന്താ അവിടെ വരിക? പൈ. അപ്പൊ നമുക്ക് കിട്ടി ഏരിയ ഓഫ് സെക്ടർ, വൃത്താംശം. ഈ മുഴുവൻ ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്? പൈ എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ, അഥവാ വെറും ട്രയാങ്കിൾ അല്ല, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. എങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ ഏരിയ ആണ്? മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കുക? മട്ടത്രികോണം ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാ ത്രികോണം ആയിക്കോട്ടെ, നമ്മുടെ ഇക്വേഷൻ എന്താ? ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ഒന്ന് പറഞ്ഞേ, ഇവിടുത്തെ ബേസ് ഏതാ? ഹാഫ് അങ്ങനെ നോട്ടെ ഇൻറ്റു ഇവിടുത്തെ ബേസ് ഏതാ? നമുക്ക് ഇതിനെ ബേസ് ആക്കി എടുക്കാം വേണമെങ്കിൽ അല്ലെ? അതെത്രയാണ് അപ്പോ? 2 ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് ഏതാ? ഇത് ബേസ് ആണെങ്കിൽ നിങ്ങൾ കാര്യം ഉറപ്പിക്കുക, 90 ഡിഗ്രിക്ക് ചേർന്ന് നിൽക്കുന്നതായിരിക്കും ബേസും ഹൈറ്റും. ഓക്കെ, അപ്പൊ ഇത് ബേസ് ആയിട്ട് എടുത്തത് ഹൈറ്റ് ഇത് എത്രയും നമുക്ക് തന്നിട്ടില്ലല്ലോ. പക്ഷെ നമുക്കറിയാം ഇത് എത്രയാണ്. ഇത് രണ്ടും റേഡിയസ് അല്ലേ? അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 അല്ലെ? അപ്പൊ ഹൈറ്റും എന്തായി? 2. ഓക്കെ, ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. ഓക്കെ, എപ്പോ കണ്ടാലും ഓർത്തോ, ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ മറ്റേ നമ്പറിലെ പകുതിയാക്കുക. ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ന്റെ ഹാഫ്. അങ്ങനെ പറയാം. ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ന്റെ ഹാഫ്. 2 ന്റെ ഹാഫ് എന്താ? 1. 1 × 2 എന്താ? ഇറ്റ് ഈസ് 2. ഇല്ലെങ്കിൽ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. എന്താ വേണേ പറയാം, എങ്ങനെയും വേണ്ടില്ല. ഇറ്റ് ഈസ് 2. അത് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കിട്ടി ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? 2 എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ പോയിന്റിലേക്ക് എത്തിയത് ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താ? വൃത്തഭാഗത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? വൃത്താംശത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് സെക്ടർ അല്ലെ? എത്രയാണ്? പൈ കുറയ്ക്കണം. എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ അഥവാ റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? 2. സോ ഇറ്റ് ഈസ് π - 2. എന്ത് കിട്ടി? വൃത്തഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? π - 2. പൈയിൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്നത് ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്താ ആവശ്യം? നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. സാധ്യത കാണണമെങ്കിൽ എന്താ? ഏരിയ ഓഫ് സർക്കിൾ. അത് ഈസിയാണ്. ഏരിയ ഓഫ് സർക്കിൾ, ആ ടോട്ടൽ എന്ന് പറയുന്ന ആകെ മൊത്തം നമുക്ക് വേണ്ടേ? ചെയ്യാലോ. വൃത്തത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ വേണ്ടേ? എങ്ങനെ ഏരിയ ഓഫ് സർക്കിൾ ആണ്? πr². വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് വെച്ചാൽ πr². ഇവിടെ r എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2². വാട്ട് ഈസ് 2²? ഇറ്റ് ഈസ് 4. സോ ഇറ്റ് ഈസ് 4π. ഈസി അല്ലേ? ഞാൻ അതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയില്ല. ഇതൊന്നും അറിയില്ലാന്ന് വെക്കുക. ഈ ഒരു പ്രായത്തില് SSLC പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏരിയ ഓഫ് സർക്കിൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ബ്രില്യന്റ് ആണല്ലോ. അപ്പൊ വൃത്തത്തിന്റെ പരപ്പളവ് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ആയി എന്താണ്? സാധ്യത അഥവാ പ്രോബബിലിറ്റി. എന്താ ഞാൻ പ്രോബബിലിറ്റി പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഏരിയ ഓഫ് സെക്ടർ, വൃത്തഭാഗത്തിന്റെ പരപ്പളവ് ഹരിക്കണം ഡിവൈഡഡ് ബൈ
വൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സർക്കിൾ എത്രയാണ്? 4π. ഇതാണ് നമ്മുടെ സാധ്യത. എന്തിനുള്ള സാധ്യത? ഞാൻ ഇങ്ങനെ ഒരു കുത്തിട്ടാൽ, പാളിപ്പോയല്ലേ, ഇങ്ങനെ ഒരു കുത്തിട്ടാൽ അത് ഈ ഭാഗത്ത് വരാനുള്ള സാധ്യത എന്താണ്? π - 2/4π എന്നാണ്. ശ്രദ്ധിച്ച് കേട്ട് ഒന്നുകൂടി മനസ്സിലായിരിക്കും, വീണ്ടും കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 78 4-ാമത്തെയും 5-ാമത്തെയും ചോദ്യം ഇതുപോലെ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഈ ചോദ്യം പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ ആലോചിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഈ പാഠത്തിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. All 3-digit numbers that can be formed using the digits 3, 8, 9 without repetition are written on a slips of papers and put in a box. എന്താ ഇതിന്റെ മലയാളം? 3, 8, 9 3, 8, 9 എന്നീ നമ്പറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും പേപ്പറിൽ എഴുതിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് 15-ാമത്തെ ചോദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 3, 8, 9 എന്നിവ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എഴുതിയ നമ്പർ വീണ്ടും എഴുതാൻ പാടില്ല. എഴുതിയ നമ്പർ വീണ്ടും എഴുതാതെ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കണം, 3-digit നമ്പേഴ്സ് ഉണ്ടാക്കണം. അതൊക്കെ പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ട് എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു ബോക്സിൽ ഇട്ടിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചത്? എന്നിട്ട് ചോദിച്ചു, if a slip is drawn from the box, what is the probability that the number is less than 800? അപ്പൊ നമ്മളോട് എന്ത് ചോദിച്ചു? എന്നിട്ട് നമ്മൾ ആ ബോക്സിൽ നിന്ന് ഒരു പേപ്പർ സ്ലിപ്പ്, ഒരു പേപ്പറിന്റെ കഷ്ണം ഇട്ട് എടുത്താൽ, ഈ നമ്പർ ഏതൊരു പേപ്പർ ഇട്ട് എടുത്താൽ ആ നമ്പർ എന്താവണം? 800-നേക്കാൾ ചെറുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 800? ആ നമ്പർ എന്തായിരിക്കണം? 800-നേക്കാൾ ചെറുതാവണം. അതിനെത്രത്തോളം സാധ്യതയുണ്ട്? അപ്പൊ അതറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഇത് വെച്ച് എഴുതാവുന്ന എല്ലാ 3-digit നമ്പേഴ്സ് ഒന്ന് അറിയണ്ടേ? എത്ര ഉണ്ട് അറിയണ്ടേ? നമുക്കൊന്ന് എഴുതി നോക്കല്ലേ. ആദ്യത്തത് തന്നെ 389. ഇനി തിരിച്ചില്ല, 398. ഇത് രണ്ടല്ലേ സാധ്യതയുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 3-ൽ തുടങ്ങുന്നത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് ഏതാ? 8-ൽ തുടങ്ങുന്നത് 839. 8-ൽ തുടങ്ങുന്ന വേറെ ഒന്നും കൂടി എഴുതാലോ. എന്താ? 893. അപ്പൊ 8-ന്റെ പണി കഴിയും. ഇനി ആരാ? 9. 9-ൽ തുടങ്ങുന്ന 938, 938. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 983, 983. ഇത്രയല്ലേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പേഴ്സ്, ടോട്ടൽ 3-digit നമ്പേഴ്സ് അല്ലെ, 3-digit നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 6. ഇവിടെ എത്രയാണ്? 6 ആണ് അല്ലെ. ഇവിടെ 6 ഉള്ളത്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം വളരെ നിസ്സാരമാണല്ലോ. എന്താ ചോദിച്ചേ? ഇതിൽ നിന്ന് ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതിൽ നിന്ന് ഒന്നെടുത്താൽ ആ നമ്പർ എന്തായിരിക്കണം? 300-നേക്കാൾ ചെറുതായിരിക്കണം. സോറി, 800-നേക്കാൾ ചെറുതായിരിക്കണം. ലെസ് ദാൻ 800 ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനുള്ള പ്രോബബിലിറ്റി അല്ലെ. എന്തിനുള്ള പ്രോബബിലിറ്റി? ടു ഗെറ്റ് എ നമ്പർ ലെസ് ദാൻ 800 അല്ലെ. 800-നേക്കാൾ ചെറിയ നമ്പർ കിട്ടാനുള്ള സാധ്യത സിമ്പിൾ ആയിട്ട് എഴുതാം. പ്രോബബിലിറ്റി ഈസി അല്ലേ? വളരെ ഈസി. ഞാൻ അത് അവിടെ എഴുതുന്നു. എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി എപ്പോഴും ഫ്രാക്ഷന്റെ ഫോമിൽ ആയിരിക്കും അല്ലെ. സാധ്യതകൾ മിക്കവാറും എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നതൊക്കെ എന്തായിരിക്കും? ഫ്രാക്ഷൻ ഫോമിലായിരിക്കും. ഓക്കെ, താഴത്തെ എന്താ എഴുതുന്നുണ്ട്? ടോട്ടൽ. താഴത്തെ എന്താ എഴുതണം? ടോട്ടൽ എത്രയാണ്? ഇവിടെ ആകെ എത്ര ഉണ്ട്? 6 എണ്ണം. ഓക്കെ, അടുത്തത് ഇതിൽ 800-നേക്കാൾ ചെറുത് ഏതാ? 398 ഉണ്ട്, 389 ഉണ്ട്. 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ 2/6 കിട്ടി. 2/6 ഇതാണ് പ്രോബബിലിറ്റി. അപ്പൊ 800-നേക്കാൾ ചെറുത് കിട്ടാനുള്ള സാധ്യത 2/6. ഇതിങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിന്റെ സ്റ്റെപ്പ് പറഞ്ഞേ ഉള്ളൂ, കാരണം ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതിന് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം അല്ലെ. നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 1 വേർഡ് ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. പക്ഷെ ഇത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക് അറിയേണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇനി 4 ഓപ്ഷൻസ് ഞാൻ അവിടെ ഇരുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1/3, ബി എന്ന് പറയുന്നത് 2/3, സി
1/6 d 5/6. നമുക്ക് കിട്ടിയ ഈ ആൻസർ ഇതിലുണ്ടോ? കാണാനില്ല അല്ലെ. 2/6 എന്ന് ഇവിടെ എവിടെയും കാണാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനൊന്ന് ചെറുതാക്കി നോക്കി. എങ്ങനെയാ ചെറുതാക്കുക? ഈ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് നല്ല ഡൗട്ടാ. ഇത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഭിന്നസംഖ്യയെ ചെറുതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനെ ചെറുതാക്കണമെങ്കിൽ മുകളിലുള്ള ആളെയും താഴെയുള്ള ആളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു സിംഗിൾ നമ്പർ ഉണ്ട്. മുകളിലുള്ള ആളെയും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതേ നമ്പറോട് താഴത്തുള്ള ആളെയും ഡിവൈഡ് ചെയ്യണം. തിരിച്ചും പറയാം. ഇപ്പൊ ഞാൻ താഴത്തുള്ള 6 അല്ലേ, താഴത്തുള്ള 6, അതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ മുകളിലുള്ള 2നെയും എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് നടക്കുമോ? ഇല്ല. കാരണം 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടില്ല. ഓക്കെ. അപ്പൊ താഴത്തെ ഒരാളെ തീരുമാനിച്ചാൽ മുകളിലും അയാൾ തന്നെ, ഇല്ല മുകളിൽ ഒരാളെ തീരുമാനിച്ചാൽ താഴത്തും അയാൾ തന്നെ. അത് മാത്രം നോക്കിയാൽ സെയിം നമ്പർ. ഇപ്പൊ ഇവിടെ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നമ്പർ ഏതാ? 2. 6നെയും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 divided by 2 is 1 and 6 divided by 2 is 3. Then the answer is 1/3. ഓക്കെ. അപ്പൊ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം ഇതാണ്: If a 3-digit number is chosen and divided by 4, what is the probability that the remainder is 3? എന്താണ്? ഒരു 3 അക്ക സംഖ്യയെ സെലക്ട് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഹരിക്കുക. ഓക്കെ. ഒരു 3 അക്ക സംഖ്യ, അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരണം? ശിഷ്ടം 3 വരാനുള്ള സാധ്യത എത്രയാണ്? ഓ, നല്ല ചോദ്യം അല്ലേ? അപ്പൊ എന്തൊക്കെ വേണം? 3 അക്ക സംഖ്യ വേണം, അതിനെ 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലേ? നല്ല ചോദ്യം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ശിഷ്ടം വരണം? എന്താ ശിഷ്ടം വരണ്ടേ? 3 ശിഷ്ടം വരണം. ഓക്കെ, അതാണ് നമ്മുടെ വിഷയം. ക്ലിയർ ആയോ? നോക്കല്ലേ. 3 അക്ക സംഖ്യ അഥവാ 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് എണ്ണോ അല്ലെ? എണ്ണോന്ന് വെച്ചാൽ നമ്പർ. 3 അക്ക സംഖ്യ. 3 അക്ക എന്നൊക്കെ ഉണ്ട് അവിടെ. ഞാൻ എന്തായാലും തൽക്കാലം എങ്ങനെ എഴുതും? എവിടെ നിന്നാ 3 അക്ക സംഖ്യ തുടങ്ങുന്നത്? നമുക്കറിയാലോ, 100ൽ നിന്നല്ലേ? 100, 101, 102 ഇങ്ങനെ പോലെ എക്സെട്ര. എവിടെ അവസാനിക്കുക? 9, 9, 9. ഇതാണ് 3 അക്ക സംഖ്യ. ഇനി നമുക്ക് വേണ്ടതാ എന്താ? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3. ശിഷ്ടം 3. ഓക്കെ. റിമൈൻഡർ is 3 when it is divided by 4. It is divided by 4. ഏത് കേസ്? 3 ഡിജിറ്റ് നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും അല്ലേ? അത് ഏതൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്ന് നോക്കി നോക്കാം ഏതൊക്കെയാണ് നമ്പർ വരുന്നുണ്ടാവുക. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വളരെ വൃത്തിയായിട്ട് പോകും. 25 കിട്ടും. എന്നിട്ടും 25 നമുക്കറിയാവുന്നതാ. അപ്പൊ 101നെ ചെയ്യും നോക്കിയേ. എന്താവും ശിഷ്ടം വരിക? 10ൽ എത്ര 4 ഉണ്ട്? 2 വട്ടം. 8 കുറച്ചാൽ 2 ശിഷ്ടം 1. 21ൽ 5 വട്ടം. 14, 20 ശിഷ്ടം 1. അപ്പൊ പറ്റുമോ? ഇല്ല. 101 ആയപ്പോ ശിഷ്ടം 1 ആണ്. നമുക്കത് വേണോ? ശിഷ്ടം നമുക്ക് റിമൈൻഡർ എന്താ വേണ്ടത്? 3 വേണ്ടത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. 101 വന്നപ്പോ 1 ആണ്. 100 വന്നപ്പോൾ കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റി. 101 വന്നപ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പൊ 102 വന്ന റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? 2 ആണ്. നമുക്ക് വേണ്ട ആദ്യത്തെ ആളാരാ? 103. നമുക്ക് വേണ്ട ആദ്യത്തെ ആളാരാണ്? 103. ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 103/4. 10ൽ 2 വട്ടം. 8 കുറച്ചാൽ 2 3. 23 ആയി. 23ൽ 5 വട്ടം. 14, 20 കുറച്ചപ്പോൾ ശിഷ്ടം റിമൈൻഡർ ഈസ് 3. അതല്ലേ നമുക്ക് വേണ്ടത്. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 104നെ നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്യും? 105ന് ശിഷ്ടം 1 ആണ്, റിമൈൻഡർ 1 ആണ്. 106ന് റിമൈൻഡർ 2 ആണ്. അല്ലെങ്കിൽ 107 എന്തായിരിക്കും? റിമൈൻഡർ ഈസ് 3. 4 കൂട്ടിയാൽ മതി. എന്താ 4 കൂട്ടിയാൽ മതി എന്നുള്ള ഐഡിയ? 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ നമ്പർ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 4 കൂട്ടിയാൽ മതി. അടുത്തത് ഏതാ? വീണ്ടും 4 കൂട്ടിയാൽ 111. ഇങ്ങനെ പോവും. ഓക്കെ, ഇങ്ങനെ പോവും. ആയിക്കോട്ടെ. ഇത് എവിടെയോ അവസാനിക്കുണ്ടാവുക? 3 ഡിജിറ്റ് നമ്പറിന്റെ അവസാനിക്കുക എവിടെയാണ്? 9, 9, 9 ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് റിമൈൻഡർ 3 ആണോ? അപ്പൊ നോക്കി നോക്കല്ലേ. 9, 9, 9 ഡിവൈഡഡ് ബൈ 4. 2 വട്ടം. 8 കുറച്ചാൽ 1 19. 4 വട്ടം. 16 3 9. 39ല് 9 4 36 ശിഷ്ടം 3 നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്.
ഏതന്നെയാണ് ഇവിടെ ശിഷ്ടം റിമൈൻഡർ 3 തന്നെയല്ലേ. അപ്പൊ അവസാനത്തെ നമ്പർ ആരാ? 9 9 9 തന്നെ ആണ്. രക്ഷപ്പെട്ടു, കുറച്ച് പണി ലാഭം കിട്ടി. എന്നിട്ട് എന്താ പറഞ്ഞു? നമ്മളോട് എന്താണ് പറഞ്ഞത്? ഇത് കണ്ടുപിടിക്കാനോ ഇതിന്റെ എണ്ണം കണ്ടുപിടിക്കാനോ ഒന്നും അല്ല പറഞ്ഞു. പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. എന്ത് പ്രോബബിലിറ്റി, എന്ത് സാധ്യതയാണ് ചോദിച്ചത്? 3 അക്ക സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന നമ്പറുകൾ ഏതൊക്കെ എന്നൊരു ചോദ്യമില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ഇല്ല. എന്താ ചോദ്യം? ശിഷ്ടം 3 വരാനുള്ള സാധ്യത അതറിയണമെങ്കിൽ, ശിഷ്ടം 3 വരാനുള്ള സാധ്യത, റിമൈൻഡർ 3 വരാനുള്ള സാധ്യത അറിയണമെങ്കിൽ എന്തറിയണം? എത്ര അങ്ങനത്തെ നമ്പറുകൾ ഉണ്ട്? റിമൈൻഡർ 3 വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ശിഷ്ടം 3 വരുന്ന എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേംസ് n. കുറച്ച് സമാന്തര ശ്രേണി ഇവിടെ വരും കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ വരും. പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. ഇതൊരു സമാന്തര ശ്രേണി അല്ലേ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പൊ ഏതാ ഇക്വേഷൻ? xn - x1 d + 1. ഒന്ന് പറഞ്ഞേ. xn എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആള് 9 9 9. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ഇതറിയാം, പഠിക്കുന്നവർക്ക് ഇതറിയാം. x1 എന്ന് പറഞ്ഞാൽ 103/d. ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാണ്? 4 + 1 ആണല്ലോ. അപ്പോൾ ഇവിടെ വന്നേ, അടുത്തത് എന്താ? ഇത് കുറച്ചാൽ 8 9 6/4 + 1. ഇത് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 8 9 6 ഡിവൈഡഡ് ബൈ 4. 8ൽ 2 വട്ടം 8 0 9. 9ലും 2 വട്ടം 8 1 6 4. ഓക്കെ, 16. 4 4 16. ഇവിടെ കൃത്യമായിട്ട് 16 0 ആയി പോവും. അപ്പൊ നമ്മുടെ എണ്ണം എന്താണ്? 224 + 1 അഥവാ 225. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താണ്? എന്താ മനസ്സിലായേ? നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, 3 അക്ക സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 225 നമ്പറുകളുടെ ശിഷ്ടം എന്തായിരിക്കും? 3 ആയിരിക്കും. എങ്ങനെ? 3 അക്ക സംഖ്യകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 225 നമ്പറുകളുടെ റിമൈൻഡർ ശിഷ്ടം എത്രയായിരിക്കും? 3. ഓക്കെ, 3 ഡിജിറ്റ് നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 225 നമ്പറുകളുടെ റിമൈൻഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയാനുള്ളൂ. അത് കിട്ടി, സംഭവിച്ചിട്ടാണ്. ഇത് കിട്ടി, ഇത് പഠിക്കട്ടെ, ഞാൻ ഈ വരി വായിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയണം. എന്താണ്? ഇനി എന്താ അറിയണ്ടേ? എത്ര 3 അക്ക സംഖ്യ ഉണ്ട് അറിയണ്ടേ? അത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം അല്ലേ. എത്ര ടോട്ടൽ അറിയണ്ടേ അല്ലേ? ടോട്ടൽ അറിയാൻ ഈസി ആണല്ലോ. ഒന്ന് ആലോചിച്ചേ, 1 മുതലാണ് തുടങ്ങുന്നത് എങ്കിൽ ഇതുവരെ എത്ര ഉണ്ട്? 999 എണ്ണം വരെ എന്താ? 1 2 3 എണ്ണാണെങ്കിൽ നമുക്ക് മനസ്സിലായി ടോട്ടൽ എത്ര ഉണ്ട്? 999 ഉണ്ട്. പക്ഷെ ഇവിടെ 1 നല്ല തുടങ്ങണേ അല്ലല്ലോ. ഇവിടെ ആദ്യത്തെ 99 എണ്ണം ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ആദ്യത്തെ 99 എണ്ണം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എത്ര ഉള്ളത്? ആകെ 900 നമ്പറുകളാണുള്ളത്. ഇവിടെ ആകെ എത്രയാണുള്ളത്? 900 നമ്പറുകളാണുള്ളത്. ഇനി ഇത് വേണമെങ്കിൽ n = xn - x1 എന്നൊക്കെ വെച്ച് ചെയ്യാം. പക്ഷെ ഈസി, കോമൺ സെൻസ് അല്ലെ. നമ്മുടെ കോമൺ സെൻസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 1 മുതൽ എണ്ണാണെങ്കിൽ 999 എണ്ണം ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ആദ്യത്തെ 99 എണ്ണം നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 900. അപ്പൊ നമുക്ക് വേണ്ട പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറഞ്ഞാൽ താഴത്തെ ടോട്ടൽ എഴുതണ്ടേ? ആകെ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് ടോട്ടലായിട്ട്? 900 നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇല്ലേ. അതിൽ എത്ര എണ്ണത്തിനാ റിമൈൻഡർ 3 വരിക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3 വരിക. എത്ര എണ്ണത്തിനാ? 225. സോ 225/900 1/4 എന്ന് എഴുതാൻ പറ്റും. ഇതിന് നമുക്ക് എന്ത് എഴുതാം? വേണമെങ്കിൽ എന്ത് എഴുതാം? 1/4 എന്ന് എഴുതാം. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഓക്കെ, എന്ത് സാധ്യത എഴുതണമെങ്കിലും ടോട്ടൽ താഴെ, നമുക്ക് വേണ്ടതിന്റെ എണ്ണം അല്ലെങ്കിൽ വേണ്ടതിന്റെ പരപ്പളവ് ഏരിയ ഒക്കെ മുകളിൽ. ഓക്കെ, ടോട്ടൽ ഏരിയ താഴെ, വേണ്ട ഏരിയ മുകളിൽ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ താഴെ, വേണ്ട നമ്പർ മുകളിൽ. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ആൻസർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക്, ഈ പാഠത്തിൽ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അവസാന ചോദ്യത്തിലേക്ക്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് സ്ക്രീനിൽ കാണാം. ആ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ SSLC എക്സാമിന് ചോദിച്ച ചോദ്യം കേട്ടോ, ഓണപരീക്ഷ അല്ല, ശ്രദ്ധിക്കണം. മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കണം. അപ്പൊ ഇതെന്താ ചോദ്യം? A bag contains some red and green balls. If we take ball from it without looking,
ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഈസ് 1/4. എന്താണ്? ഒരു ബാഗിൽ ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലുള്ള ബോളുകൾ ഉണ്ട്. നമ്മൾ നോക്കാതെ അതിൽ നിന്ന് ഒന്നെടുത്താൽ അവിടെ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത, അതിൽ നിന്ന് ചുവപ്പ്, റെഡ് അഥവാ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/4 ആണ്. സാധ്യത ഇങ്ങോട്ട് നിന്നല്ലേ, നല്ല കാര്യമാണല്ലോ അല്ലേ? അത് നമുക്ക് ഈസി ആയല്ലോ. ഇനി എങ്ങനെ, എന്താ ചോദ്യം? ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബാൾസ് ഇഫ് ദർ ആർ 8 balls? 8 റെഡ് ബാൾസ്. എന്താണ്? ഇവിടെ ആകെ എത്ര പന്തുകളുണ്ട്? എങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 8 ചുവപ്പ് പന്തുകൾ ഉണ്ടെങ്കിൽ, എങ്ങനെയാണ്? ആകെ 8 ചുവന്ന പന്തുകൾ ഉണ്ടെങ്കിൽ ഈ ബാഗിൽ ആകെ മൊത്തം എത്ര ബോളുകൾ ഉണ്ട്? നോക്കല്ലേ, ഇവിടെ എന്താ തന്നത് ശ്രദ്ധിക്കാം. ഇവിടെ എന്താ തന്നെ? റെഡ് ആവാനുള്ള സാധ്യത അല്ലെ? നമ്മൾ ഒന്ന് എടുക്കുമ്പോൾ അത് ചുവപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി, സാധ്യത ആണല്ലോ. അതാണ് 1/4. നമ്മൾ സാധ്യത എഴുതുമ്പോ താഴത്ത് എന്താ എഴുതല്? ഒന്ന് ആലോചിച്ചേ. താഴത്ത് ആകെ അഥവാ ടോട്ടൽ അല്ലേ എഴുതല് സാധാരണ? അറിയാലോ, ടോട്ടൽ ആണല്ലോ. മുകളിൽ എന്താ? നമുക്ക് എന്താണോ വേണ്ടത് അതല്ലേ? ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ എന്താ തന്നത്? വേണ്ടതാണെങ്കിൽ തന്നതാണെങ്കിലൊക്കെ ഒരുപോലെ തന്നെ. എന്താ? റെഡ് അല്ലേ? അപ്പൊ ഇവിടെ തന്നത് ചുവപ്പ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ തന്നത് പ്രകാരം ഇവിടെ ഒരു റെഡ് ബോളും ബാഗിൽ ടോട്ടൽ 4 ബോളും ഉണ്ട് അല്ലേ? ഇവിടെ ഒരു റെഡ് ബോളും ഉണ്ട്, ടോട്ടൽ ആ ബാഗിൽ 4 ബോളുകളും ഉണ്ട് എന്നാണ് ഈ തന്നത് പ്രകാരം. ക്ലിയർ അല്ലേ? ഇത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചേ. ഇവിടെ ഒരു റെഡ് ആണോ ഉള്ളത് ക്വസ്റ്റ്യൻ പ്രകാരം? അല്ല. ഇവിടെ എത്ര റെഡ് ഉണ്ട്? നമ്പർ ഓഫ് റെഡ് എത്ര ഉണ്ട്? ചുവന്ന ബോളുകളുടെ എണ്ണം എത്ര ഉണ്ട് ഇവിടെ? ഈ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കറിയാം ചുവന്ന ബോളുകൾ 8 എണ്ണം ഉണ്ട് അല്ലെ? ചുവന്ന ബോളുകൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലെ? 8 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ ആലോചിക്കേണ്ടത് എത്രയേ ഉള്ളൂ? നമുക്ക് ടോട്ടൽ ബോൾസ്, ആകെ ബോളുകളുടെ എണ്ണാണ് വേണ്ടത് അല്ലെ? ആകെ പന്തുകളല്ലേ നമുക്ക് ആവശ്യം? നമുക്ക് തന്നത് പ്രകാരം ഇവിടെ ഒരു ചോപ്പേ ഉള്ളൂ. തന്നത് പ്രകാരം ഒരു ചോപ്പാണുണ്ട്. പക്ഷെ ഏത് തന്നത് പ്രകാരം? സാധ്യത, പ്രോബബിലിറ്റി തന്നത് പ്രകാരം ഒരു ചോപ്പേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്ര ചോപ്പ് ഉണ്ട് എന്നാ പറഞ്ഞ്? 8 എണ്ണം ഉണ്ട് ഇത്ര. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. എന്താ? നമുക്ക് തന്നപ്പോ 1/4 ആയിരുന്നു. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം അവിടെ 8 ചോപ്പുണ്ട് അല്ലെ? നമുക്ക് തന്നപ്പോ ഒരു ചോപ്പേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം യഥാർത്ഥത്തിൽ എത്ര ചോപ്പുണ്ട്? 8 ചോപ്പുണ്ട് അല്ലെ? യഥാർത്ഥത്തിൽ എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഒന്ന് ആലോചിച്ച്, നമുക്ക് തന്നപ്പോ 1, പക്ഷെ നമുക്കറിയാം യഥാർത്ഥത്തിൽ 8 എണ്ണം ഉണ്ട്. 1 എങ്ങനെ 8 ആവുക? 7 കൂട്ടിയാൽ മതി. അങ്ങനെയാണോ? അല്ല കേട്ടോ. 1 എങ്ങനെ ഗുണിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ 8 ആവുക? ഒറ്റ ചാൻസേ ഉള്ളൂ. 1 8 ആവണമെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ? അല്ലാതെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. 1 8 അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അവിടെ എന്തേ വരാവൂ? മൾട്ടിപ്ലിക്കേഷൻ 8 കൊണ്ടായിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് തന്നതിൽ വെച്ചിട്ട് ഒരു റെഡേ ഉള്ളൂ, ഒരു ചോപ്പേ ഉള്ളൂ. പക്ഷെ നമ്മളോട് പറഞ്ഞു അവിടെ 8 ചോപ്പുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ചു 1 എങ്ങനെ 8 ആവും? 1 8 ആവണമെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? അങ്ങനെ ന്യൂമറേറ്റർ, അംശത്തെ, ഒരു ഭിന്നസംഖ്യയിലെ അഥവാ ഒരു ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ അഥവാ അംശത്തെ 8 കൊണ്ട് ഗുണിച്ചാൽ ഛേദത്തെയും 8 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ? 4 × 8 എത്രയാണ്? 32. അപ്പൊ ഇതാണ് ചോപ്പ്. കറക്റ്റായില്ലേ? ചുവപ്പ് 8 എണ്ണം അല്ലേ? റെഡ് 8 എണ്ണം അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും താഴത്ത്? ടോട്ടൽ അല്ലേ? ആകെ അല്ലേ? ആണല്ലോ. സംശയമൊന്നുമില്ലല്ലോ. ആകെ ആണല്ലോ അല്ലേ? ആയതുകൊണ്ട് നമുക്ക് പറയാം ടോട്ടൽ ബോൾസ് എത്ര എണ്ണാണ്? ആകെ പന്തുകൾ എത്ര എണ്ണാണ്? ആകെ പന്തുകൾ എത്ര എണ്ണാണ്? എത്ര? 32. ആകെ പന്തുകൾ എത്ര എണ്ണാണ്? 32. വ്യക്തമായില്ലേ? ഇങ്ങനത്തെ ചോദ്യം വരാം, നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബാൾ ടേക്കൺ ഈസ് ഗ്രീൻ? ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ആകെ 32 പന്തുണ്ട്, അതിൽ 8 എണ്ണം ചോപ്പാണ് അല്ലേ? ആകെ 32 പന്തുണ്ട്, അതിൽ 8 എണ്ണം ചോപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പച്ച എത്ര എണ്ണം ഉണ്ടാവും? ഗ്രീൻ ബോൾസ് ആകെ 32 എണ്ണം ഉണ്ട് അല്ലെ? അതിൽ 8 എണ്ണം ചുവപ്പാണെങ്കിൽ പച്ച എത്ര എണ്ണം ആയിരിക്കും? 8 എണ്ണം കുറച്ചാ പോരെ? ഈസി. 24. അപ്പോൾ പച്ച കിട്ടാനുള്ള സാധ്യത, പച്ച സാധ്യത ഗ്രീൻ പ്രോബബിലിറ്റി അല്ലെ? ഇങ്ങനെ നല്ല ടൈലുണ്ട്.
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗെയിൻ എന്നാണ് ഞാൻ ഈസി ആയിട്ട് എഴുതിയുള്ളൂ പ്രോബ് അല്ലെ. എത്രയാണ് നമ്മൾ വരയ്ക്കുന്നു. താഴത്തെ എഴുതേണ്ടത് ടോട്ടലാണ്. ഇവിടുത്തെ ടോട്ടൽ എത്ര മാറ്റണ്ടോ? ഇല്ല, 32 ആ ബാഗിൽ 32 പാടേ ഉള്ളൂ. 32 അല്ലേ. അപ്പൊ മുകളിലോ ഇവിടെ പച്ചയാണ് ചോദ്യം, അപ്പൊ നമ്മൾ പച്ച തന്നെ എഴുതിക്കണം. 24/32 ഈസി അല്ലേ. ഇതാണ് ബി. ഒന്ന് ചിന്തിച്ചാൽ ഈസിയാണ്, പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഓക്കെ, ഇനി സി എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ബോത്ത് ദി പ്രോബബിലിറ്റീസ്? രണ്ട് സാധ്യതകളുടെയും തുക എന്താണ്? തുക എങ്ങനെ കിട്ടുക? രണ്ടും കൂടി കൂട്ടിയാലല്ലേ. അപ്പൊ ആദ്യത്തെ സാധ്യത 8/32, രണ്ടാമത്തെ സാധ്യത 24/32 ആണല്ലോ. ഭിന്നസംഖ്യയുടെ ഛേദം ഡിനോമിനേറ്റർ, ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് ഉത്തരത്തിലും സെയിം ആയിരിക്കും. ഇവിടെ 32, ഇവിടെ 32, അപ്പൊ ഉത്തരത്തിലും എന്തെങ്കിലും 32 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? മുകളിലുള്ളവർ തമ്മിൽ കൂട്ടുക അല്ലെ, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടുക. അപ്പോഴും കിട്ടി 32 താഴത്ത് 32, ഉത്തരം 1. വളരെ സിമ്പിൾ. ഇതിലൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അല്ലെ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഡി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്താ ഡി ക്വസ്റ്റ്യൻ? From a box containing some red balls and some blue balls, the probability of getting a red is A/B. What is the probability of getting a blue ball? എന്താ പറഞ്ഞേ? ഇവിടെ നമ്മള് നമ്പറൊക്കെ മാറ്റി അല്ലെ, നമ്മളല്ല അവര് മാറ്റിയതാണ്, ഞാനല്ലേ. ചോദ്യത്താൾ എന്ത് ചെയ്തു? നമ്പറൊക്കെ മാറ്റി. ഇവിടെ പറഞ്ഞു റെഡ് കിട്ടാനുള്ള ചാൻസ്, റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ചുവപ്പ് കിട്ടാനുള്ള സാധ്യത ഞാൻ എഴുതണ്ടല്ലോ. A/B ആണ്, A/B ആണ് ആണല്ലോ. എന്നിട്ട് നമ്മളോട് ചോദിച്ചു പച്ച കിട്ടാനുള്ള സാധ്യത എന്താണ്? പച്ച കിട്ടാനുള്ള പ്രോബബിലിറ്റി, പച്ച കിട്ടാനുള്ള സാധ്യത എത്രയാണ്? നമുക്കറിയാം, ഇങ്ങനെ ഒരു വര കിടക്കും. അവിടെ കിടന്നോട്ടെ, ചിലവൊന്നുമില്ല, ഒരു വരച്ച അല്ലേ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഒന്ന് നോക്കിക്കേ, ഈ തന്നത് പ്രകാരം എന്തൊക്കെ A/B എന്ന് എഴുതി എന്താ നമുക്കറിയാം. എ എന്ന് എഴുതിയാൽ മുകളിൽ എഴുതുന്നത് എ എന്ന് എഴുതിയത് കൊണ്ടല്ല കേട്ടോ, എ എന്ന് എഴുതിയത് കൊണ്ടല്ല. മുകളിൽ എഴുതിയത് എന്തായിരിക്കും? ചുവന്ന പന്തുകളുടെ എണ്ണം, റെഡിന്റെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് റെഡ് ബോൾസ് അല്ലെ. താഴത്തെ എഴുതിയത് എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ, ആകെ അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഇവിടെ ടോട്ടൽ ബി ആണെങ്കിൽ ഇവിടെ ടോട്ടൽ എന്തെന്നെയായിരിക്കും? സംശയമൊന്നും വേണ്ട, ബി തന്നെ ആയിരിക്കും അല്ലെ. ഇവിടെ 8 കൊണ്ട് ഗുണിക്കാനൊന്നുമില്ല കേട്ടോ, 8 കൊണ്ട് ഗുണിക്കാനൊന്നുമില്ല, ബി തന്നെ. സിമ്പിൾ. ഇവിടെ എന്തെന്നെയാണ്? ഇവിടെ ബി ആവുകൊണ്ട് ഇവിടെ ബി തന്നെ, വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ, ഇല്ല. സോ ഇവിടെ എത്ര പച്ച ഉണ്ടായിരിക്കും? ഇവിടെ ടോട്ടൽ ബി ആണ്, അതില് റെഡ് എ ആണ്. ഇവിടെ ആകെ ബി ബോൾസ് ഉണ്ട്, അതില് എ ബോൾസ് എന്താണ്? റെഡ് ആണ് ആണല്ലോ. അപ്പൊ എങ്ങനെ? നമ്മുടെ നേരത്തെ ചോദ്യം പോലെ ആലോചിച്ചേ, താഴത്ത് 32 മുകളിൽ 8 അല്ലെ, താഴത്ത് 32 മുകളിൽ 8. അപ്പൊ എങ്ങനെയായിരുന്നു? ടോട്ടൽ 32 ബോൾസ് ആയിരുന്നു, അതിൽ 8 ചുവപ്പായിരുന്നു, അങ്ങനെയല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പച്ചരെണ്ണം കണ്ടുപിടിച്ചേ? എങ്ങനെ പച്ചരെണ്ണം കണ്ടുപിടിച്ചേ? 32 കുറക്കണം 8 ചെയ്തു, അങ്ങനെയല്ലേ കണ്ടുപിടിച്ചേ. ഇവിടെ അതേപോലെ ഒന്ന് ആലോചിച്ചോക്കെ, 32 കുറക്കണം 8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ബി കുറയ്ക്കണം എ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ 32 കുറക്കണം 8 24 എന്നൊക്കെ എഴുതാറുള്ളൂ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷനും ഇല്ല. ടോട്ടൽ കുറക്കണം ചുവപ്പിന്റെ എണ്ണം, ടോട്ടൽ കുറക്കണം ചുവപ്പിന്റെ എണ്ണം. ഇത് മനസ്സിലായോ? ഇതോടുകൂടി നമ്മുടെ ഈ പാഠവും തീരുകയാണ്. ഓക്കെ.